ഓം നമുക്കെല്ലാം ഒത്തുചേർന്ന് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് കാര്യപരിപാടികളിലേക്ക് കടക്കാം. സഹനാവവതു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂജനീയ സ്വാമിജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അന്തര്യോഗം ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. നമ്മൾ 1992 ആരംഭിച്ചിട്ടുള്ളതാണ് അദ്വൈതാശ്രമത്തിൻ്റെ ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങൾ. കണക്ക് കൂട്ടുമ്പോൾ ഇത് 34ാമത്തെ അന്തര്യോഗമാണ്. അതൊരു ചെറിയ കാലയളവല്ല, നമ്മൾ പിന്നിട്ടിരിക്കുന്നത് ചെറിയൊരു കാലയളവല്ല. അന്തർയോഗം സ്വാമിജി വ്യാഖ്യാനിക്കാറുണ്ട്, അന്തർരോഗങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണെന്നുള്ള നിലയ്ക്ക് അന്തർയോഗം എന്നുള്ളത്. ആ വിധത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ വാക്കുകൾ ശ്രവിക്കുന്നതിനും അതുപോലെ തന്നെ വേദാന്തത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ശബ്ദം ശങ്കര ഭാഷ്യങ്ങളിലൂടെ ഗീതാചാര്യൻ്റെ ആ ഒരു ഉപദേശത്തെ എങ്ങനെയാണോ സാക്ഷാത് ശങ്കര ഭഗവത്പാദർ തൻ്റെ ഭാഷ്യങ്ങളിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്, ആ ഒരു ആധികാരികത പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും സാധാരണ ലോകത്തിൽ എല്ലാ വ്യാപാരങ്ങളിലും ഏർപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ആ ശങ്കര ഭാഷ്യത്തിൻ്റെ മധുരം നുകരുന്ന വിധത്തിൽ അങ്ങനെയുള്ള ഒരു പഠന പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഈ അന്തർയോഗം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു ആശ്രമ ജീവിതം, ഒരാഴ്ചത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള സന്യാസം എന്ന വിധത്തിൽ രാവിലെ 5:30 മണിക്ക് തുടങ്ങി സ്തോത്രം, ജപം, ധ്യാനം, അതിനുശേഷം പിന്നെ ആ ഒരു ജ്ഞാനാഞ്ജന ശലാക കൊണ്ട് നമ്മുടെ അജ്ഞാന തിമിരത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയാണ്. പിന്നെ മാത്രമല്ല, ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ നമ്മൾ താമസിച്ച് ഇങ്ങനെ ഒരു പഠന ശിബിരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് നമുക്ക് നൽകുന്ന ഒരു ആചാരമര്യാദകളെക്കുറിച്ചും ആചരണങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അവബോധവും നിഷ്ഠയുമുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ ഒരു അന്തര്യോഗ പരിപാടി ഇന്ന് ഉദ്ഘാടന സഭയിൽ നമുക്കിവിടെ ഈ ഒരു ഹാള് നിറയെ ആളുകൾ ഉണ്ടെങ്കിലും നമുക്കറിയാം നാളെ തൊട്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ ഉണ്ട്. പല ഭാഗത്തു നിന്ന്, ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല, പുറത്തു നിന്നും പല ഭാഗത്തു നിന്നും ജിജ്ഞാസുക്കൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ ആശ്രമത്തിൻ്റെ പരിപാടികളിൽ സ്വാമിജി എപ്പോഴും പറയും, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ ഈ അന്തര്യോഗത്തെ
കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിൽ ഉള്ള മിക്കവാറും എല്ലാ സന്യാസാശ്രമങ്ങളിൽ നിന്നുമുള്ള ആചാര്യന്മാർ ഇവിടെ വന്നിട്ട് ഈ സദസ്സിനെ, വേദിയെ ധന്യമാക്കാറുണ്ട്. അതും നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഏതായാലും കൂടുതൽ നീട്ടുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് ഈ അന്തര്യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി സ്വാമികളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കെപ്പോഴും അനുഗ്രഹമായിട്ട്, എല്ലാ വർഷങ്ങളിലും ഉദ്ഘാടന സഭയിൽ അനുഗ്രഹമായിട്ട് പൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികളുടെ സാന്നിധ്യം നമുക്കുണ്ടാവാറുണ്ട്. അത് പരിപാടികളിൽ മാത്രമല്ല, അല്ലെങ്കിലും സ്വാമിജി അങ്ങേയറ്റം അനുഗ്രഹ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മുടെ ആശ്രമത്തെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നോക്കി കാണാറുള്ളത്, ഇടപെടാറുള്ളത്. അപ്പോൾ സ്വാമിജിയുടെ സാന്നിധ്യവും നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ വെറും ഉപചാരത്തിന് വേണ്ടി സ്വാമിജിയെയും സ്വാഗതം ചെയ്യാണ്. സ്വാമിജിമാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ ജിജ്ഞാസുക്കളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള, അതുപോലെ തന്നെ ആശ്രമത്തിൻ്റെ ബന്ധുക്കളായിട്ടും അഭ്യുദയകാംക്ഷികളായിട്ടും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. ഇവിടെ പരിപാടിയിൽ അച്ചടിച്ച പ്രകാരം അധ്യക്ഷനാണ് അടുത്തത്. അധ്യക്ഷ ഭാഷണത്തിന് ഇപ്പം മുതിരുന്നില്ല. ഈയൊരു ആധ്യാത്മിക അന്തര്യോഗം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഹാമണ്ഡലേശ്വർ ശ്രീ ആനന്ദവനം ഭാരതി സ്വാമികളെയും പൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികളെയും ആദരപൂർവം ക്ഷണിക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു അന്തര്യോഗത്തെ സംബന്ധിച്ചൊരു പരിചയം കൂടി എന്ന നിലയ്ക്ക് അല്പം അധ്യക്ഷ ഭാഷണം ചെയ്യാം. സുദീർഘമായിട്ടല്ല. ഏതായാലും ഭദ്രദീപം കൊളുത്തിയ ശേഷം മറ്റ് കാര്യപരിപാടികളിലേക്ക് കടക്കാം. Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare. ഒരു വേദിയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമാണത്. അതുകൊണ്ട് തന്നെ ഇപ്പം ദീർഘമായിട്ടൊന്നും പറയുന്നില്ല.
ഈ ആധ്യാത്മിക അന്തര്യോഗ സദസ്സിൻ്റെ ആരംഭത്തിൽ അവശ്യം നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന ചില ആശയങ്ങളെ പറഞ്ഞ്, അത് പലപ്പോഴും ആവർത്തനമായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം പറഞ്ഞത് തന്നെയായിരിക്കും ഈ വർഷവും പറയുക. തുടക്കത്തിൽ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഭിന്നങ്ങളാവുക. തുടക്കത്തിൽ പറയാനുള്ളത് എല്ലാ കൊല്ലവും ഒന്ന് തന്നെയാണ്. അപ്പോൾ കേട്ട് കേട്ട് പരിചയിച്ചതും അടുത്തതും ഒക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും കേൾക്കുക. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അദ്വൈത ആശ്രമത്തിൽ കൊളത്തൂരിൽ ഒത്തുചേരുമ്പോൾ, അതും ഇത്തരമൊരു സദസ്സിൽ ഒത്തുചേരുമ്പോൾ ചിലതൊക്കെ ഓർമ്മിച്ചുകൊണ്ടേ നമുക്ക് ഏതൊരു കാര്യത്തിലേക്കും കടക്കാൻ പറ്റും. ആദ്യം തന്നെ ഓർമ്മിക്കേണ്ടുന്നത് ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ചാണ്. അങ്ങേയറ്റം മഹത്വപൂർണമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ കൊളത്തൂരിൻ്റെ കേന്ദ്രം കൊളത്തൂർ ക്ഷേത്രമാണ്. അവിടെ പോകുന്ന ആർക്കും ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിൽ വലിയ ബലിക്കല്ലിൻ്റെ സമീപം ഒരു ശിലാലിഖിതം കാണാൻ കഴിയും. ആ ശിലാലിഖിതം പഠനവിധേയമാക്കിയിട്ട് ഡോക്ടർ പ്രൊഫസർ MGS നാരായണൻ, പ്രൊഫസർ ഡോക്ടർ രാഘവ വാര്യർ, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലത്തെ ശിലാലിഖിതത്തിൻ്റെ വിദഗ്ധന്മാർ ആ വട്ടെഴുത്ത് പഠിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്കിടയ്ക്ക് കൊളത്തൂർ ലിഖിതം എന്ന് പ്രസിദ്ധമാണ്. 1000 ആണ്ടുകൾക്ക് മുമ്പ് വേണാട്ടടികൾ ഈ ക്ഷേത്രത്തിലേക്ക് ചില വഴിപാടുകൾ ചെയ്തതിൻ്റെ രേഖപ്പെടുത്തലുകളാണ് അതിലുള്ളത്. അപ്പോൾ വേണാടിൻ്റെ കേന്ദ്രസ്ഥാനം ഇന്നത്തെ കൊല്ലമാണ്. സമുദ്രം വഴി പോയാൽ പോലും 300 കിലോമീറ്ററിലധികം ഉണ്ട്. അപ്പം ഇത്രയും ദൂരെയുള്ള ഒരു ഭരണ അധികാരി ഇവിടെ വഴിപാട് സമർപ്പണം ചെയ്യണമെങ്കിൽ അത്രക്കേറെ പ്രസിദ്ധമായിരുന്നു ഈ സങ്കേതം എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാം. അപ്പം അത്രയും പ്രസിദ്ധമാണെങ്കിൽ അതിനനുസൃതങ്ങളായ എല്ലാം ഉണ്ടാവും. അപ്പോൾ ധാർമ്മികങ്ങളായ, സാംസ്കാരികങ്ങളും ആധ്യാത്മികങ്ങളും കലാപരങ്ങളും എന്നൊന്നും വേർതിരിക്കേണ്ടതില്ലാത്ത അത്രക്കേറെ സമ്പന്നതയുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ കൊളത്തൂർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നുള്ളത് ഉറപ്പാണ്. ചരിത്രത്തിൻ്റെ വിഗതികൾ നമുക്കൊക്കെ അറിയാം. പല അപചയങ്ങളും എല്ലായിടത്തും വന്നത് നമുക്കറിയാം. അതുപോലെ ഇവിടെയും വിസ്മൃതിയിലേക്കും മറ്റും ആണ്ടുപോയി. സമീപ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു മഹിമ, ഈ പ്രദേശത്തെ വീണ്ടും പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരാണെന്നുള്ളതാണ്. 1960കളുടെ ആരംഭത്തിൽ വടക്കൻ കേരളത്തിൽ, വിശേഷിച്ച് കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിൽ ഏറ്റവും അധികം ക്ഷേത്ര നവീകരണത്തിന് വേണ്ടി പരിശ്രമിച്ച കൈലാസാനന്ദ സ്വാമികൾ ഇവിടെ എത്തിച്ചേർന്നു.
കൈലാസാനന്ദ സ്വാമികൾക്ക് ഈ പ്രദേശത്തുള്ള എല്ലാവരും സ്വാഗതമരുളി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, കാട് പിടിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങൾ അവിടെ ഒച്ചത്തിൽ നാമം ജപിച്ച് ആ ജപത്തിലൂടെ സമാജത്തെ ആകർഷിക്കുക, സമാജം ആകൃഷ്ടമായി കഴിഞ്ഞാൽ അവർ നേരെയാക്കും എന്നൊരു ബോധം വന്ന അദ്ദേഹം അവിടുന്ന് അപ്പം സ്ഥലം വിടും, അടുത്ത സ്ഥലത്തേക്ക്, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ ഈ സമീപത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവങ്ങൂർ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രം, അവിടെ നിന്ന് ഇങ്ങോട്ട് തോരായി ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറുവാളൂർ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊളത്തൂർ ക്ഷേത്രം, ഇത് കഴിഞ്ഞ് നന്മണ്ട നഞ്ചുണ്ടേശ്വരനല്ല തളി ക്ഷേത്രം. ഇങ്ങനെയാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ പോക്കുണ്ടായത്. കുറച്ചു കാലം കഴിഞ്ഞു, അദ്ദേഹം പോയി. വേറൊരു മഹാത്മാവ് വന്നു, അദ്ദേഹം കുറച്ചു കാലം താമസിച്ചു പോയി. ആ കാലഘട്ടത്തിലാണ് 1966 ഗുരുവരാനന്ദ സ്വാമികൾ വരുന്നത്. ഈ പ്രദേശത്തെ നാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പരിവർത്തിതമാക്കിയത് ഗുരുവരാനന്ദ സ്വാമികളുടെ നേതൃത്വവും കർമ്മവുമാണ്. ഗുരുവരാനന്ദ സ്വാമി ഇവിടെ വരുന്നതിന് നിമിത്തമായതോ ഈ ആശ്രമത്തിൻ്റെ കാരണക്കാരനായ, ഇതിൻ്റെ സ്ഥാപനത്തിന് പിന്നിൽ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിച്ച മംഗലശ്ശേരി നാരായണ സ്വാമികളാണ്. ആ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എരഞ്ഞിക്കൽ വെച്ച് വലിയൊരു സർവമത സമ്മേളനം നടത്തുകയുണ്ടായി. ആ സർവമത സമ്മേളനം വലിയ ജനപങ്കാളിത്തം കൊണ്ടുമൊക്കെ വളരെ വിജയകരമായി നടന്നെങ്കിലും പരിപാടിക്ക് ശേഷം സ്വാമിജിക്ക് കുറേ പ്രയാസങ്ങളുണ്ടായി. ഇനി ഈ പ്രദേശത്ത് നിൽക്കണ്ട, പ്രത്യേകിച്ച് തൻ്റെ പൂർവാശ്രമ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ശരിയല്ല എന്ന നിലയ്ക്ക് സ്വാമിജി ഉത്തരഭാരതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. ഈ എരഞ്ഞിക്കൽ സമ്മേളനത്തിൽ നിത്യസന്ദർശകനായിരുന്നു മംഗലശ്ശേരി നാരായണസ്വാമി. ആ ബന്ധവും പരിചയവുമാണ് ഈ കൊളത്തൂരിലേക്ക് ഗുരുവരാനന്ദ സ്വാമികളെ ആകർഷിക്കുന്നത്. മനസ്സിലാക്കിയെടുത്തോളം മംഗലശ്ശേരി നാരായണസ്വാമിയുടെ ഉടമസ്ഥതയിലുള്ളൊരു കുന്നുണ്ട് ആ ഭാഗത്ത്. അവിടെ നീർച്ചാലുണ്ട്. അതിൻ്റെ വശത്തിൽ പർണശാല കെട്ടി തൽക്കാലം കർക്കിടകം താമസിക്കാം എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ സന്ദർഭത്തിലാണ് പകുതി ഉദ്ധരിച്ച് ബാക്കി ഒട്ടനവധി പണികൾ ബാക്കിയുള്ള കൊളത്തൂർ ക്ഷേത്രം സ്വാമിജിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അങ്ങനെ 66 ജൂൺ മാസത്തിൽ കൊളത്തൂർ ക്ഷേത്രത്തിൽ ഗുരുവരാനന്ദ സ്വാമികൾ താമസം ഉറപ്പിക്കുന്നതും. 15 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഈ കൊളത്തൂരിലായി. എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ശക്തമായ നേതൃത്വത്തിനു കൂടെ നാട്ടുകാരൊറ്റക്കെട്ടായി ഒരു ഭേദവുമില്ലാതെ പ്രവർത്തിച്ചപ്പോഴാണ് ആ വിജയം ഉണ്ടായത്. ഏതായാലും 81 ആ മഹാനുഭാവൻ മഹാസമാധിയായി. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും കൊളത്തൂരിൽ വരികയുണ്ടായിട്ടുണ്ട്. ആ കാലത്ത് വരുമ്പോൾ അനുഭവങ്ങളെക്കുറിച്ച് പരമപൂജ്യ മൃഡാനന്ദ സ്വാമികളും സിദ്ധിനാഥാനന്ദ സ്വാമികളും ഒക്കെ വളരെ വിസ്തരിച്ച് നമ്മളോട് നേരിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാലത്തെ ഉത്സവങ്ങളുടെയൊക്കെ ഒരു വിശേഷത്തെക്കുറിച്ച്. ഏതായാലും
പിന്നീട് സന്ദർഭവശാൽ 90-ലാണ് നമ്മൾ ഈ ഗ്രാമത്തിലെത്തുന്നത്. 1990 ജൂലൈയിൽ. കൊളത്തൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ സജ്ജനങ്ങളുടെയും സഹയോഗത്തോടു കൂടി പല പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വേദാന്ത ക്ലാസ്സുകൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി സ്വാമിജിയുടെ സമാധി വാർഷികം ഏപ്രിൽ മാസത്തിൽ ആചരിക്കുന്നത് ഒരു ആധ്യാത്മിക അന്തര്യോഗത്തോടു കൂടി ആക്കിക്കൂടെ എന്നൊരു ചർച്ച വന്നു. എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ 1991 ഏപ്രിൽ മാസത്തിൽ പരമപൂജ്യ മൃഡാനന്ദ സ്വാമികളും സിദ്ധിനാഥാനന്ദ സ്വാമികളും അതുപോലെ ഒട്ടനേകം സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് സംബന്ധിച്ച അന്തര്യോഗം കൊളത്തൂരിൽ നടന്നു. 91 ഏപ്രിൽ. 92-ലും അതുപോലെ തന്നെ നടക്കുകയുണ്ടായി. ഏപ്രിൽ മാസത്തിൽ ധാരാളം മഹാത്മാക്കൾ വന്നു. അന്ന് ഈ പ്രദേശത്ത് എന്താ അന്തര്യോഗം എന്ന് പറഞ്ഞാൽ അറിയില്ല ആർക്കും. എന്ത് രോഗമാണ് എന്ത് യോഗ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് വരും. കാരണം ഈ സംജ്ഞ അത്ര പ്രാചീന സംജ്ഞയല്ല. ഈ സംജ്ഞ കൊണ്ടുവന്നത് കേരളത്തിൽ മനസ്സിലാക്കിയെടുത്തോളം ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ കാലടിയും തൃശ്ശൂരും വെച്ച് നടക്കുന്ന ആധ്യാത്മിക ശിബിരത്തിന് കൊടുത്ത പേരായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൂജ്യ സ്വാമിജി തിരുത്തി തരുന്നു തോന്നുന്നു. അങ്ങനെയാണ് അത് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ പേര് അന്തഃയോഗം, അന്തർയോഗം, അന്തര്യോഗം എന്നും പറയാം. രണ്ട് പറഞ്ഞാലും വിരോധമില്ല. ഏതായാലും അന്തര്യോഗങ്ങൾ ധാരാളം തൃശ്ശൂർ, കാലടി ഒക്കെ നടക്കുകയുണ്ടായി. കാലടി ഗണാനന്ദ സ്വാമികളുടെയും തൃശ്ശൂർ ശക്രാനന്ദ സ്വാമികളുടെയും മൃഡാനന്ദ സ്വാമികളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ എല്ലായിടത്തും അച്ചടക്കത്തിൻ്റെ ആളായിട്ട് സ്വപ്രഭാനന്ദ സ്വാമികളുണ്ടാവും. അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഏത് ബഹളം ഉണ്ടെങ്കിലും ശരി, സ്വപ്രഭാനന്ദ സ്വാമി വരുന്നുണ്ടെന്ന് ആരെങ്കിലും പതുക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും ശാന്താവും. പിന്നെ ആരും ഉണ്ടില്ല. പിന്നെ സ്വാമി ആ ഭാഗത്ത് നിന്ന് പോയി, സ്വാമീനെ നിഴൽ പോയി എന്ന് കണ്ടിട്ടേ പിന്നെ ശബ്ദം അവിടെ ഉയരുള്ളൂ. ഏതായാലും ആ പേര് അനുവർത്തിക്കപ്പെട്ടു. പല പ്രദേശങ്ങളിലും പിന്നെ അന്തര്യോഗങ്ങൾ ആരംഭിച്ചു. 92-ൽ ഈ ഒരു ആശ്രമത്തിൻ്റെ തീർത്തും സ്വതന്ത്രമായ രീതിയിൽ സാമ്പ്രദായിക രീതിയിൽ ശാസ്ത്രപ്രചരണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് ഒരു ആശ്രമ സ്ഥാപനത്തിന് വാസ്തവത്തിൽ ബീജാവാപം ചെയ്തത് മംഗലശ്ശേരി നാരായണസ്വാമിയാണ്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു ദീർഘവീക്ഷണം, ആ ഒരു ത്യാഗവും ഇപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. അതേതുപോലെയെന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോണേ ഇടതുഭാഗത്ത് ഒരു തെങ്ങ് കാണാം. അത് അദ്ദേഹം പാറേൻ്റെ മുകളിലാണ് വെച്ച് കരിമ്പാറ. ഇവിടെ ഈ കാണുന്ന മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പുതിയ ആൾക്കാർ വിചാരിക്കും ഇവിടെ വലിയ മണ്ണാണ്. മണ്ണില്ല അവിടെ. ഇതൊക്കെ കരിമ്പാറയാണ്, നിരന്ന കരിമ്പാറയാണ്, കറുത്ത പാറ ഒക്കെ. പിന്നെ മണ്ണിട്ടിട്ട് ആക്കിയതാ. അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ തേങ്ങ വെച്ചിട്ട്, തേങ്ങാച്ച മുളച്ചിട്ടുണ്ട്, അതിൽ രണ്ട് ഭാഗത്തും മണ്ണ് കോരിയിടുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതെന്തിനാ ഈ പാറേൻ്റെ പുറത്ത് വെക്കണത്? അവിടെ ഒന്നോട്ടെ സ്വാമി, എങ്ങൾക്കും വല്ല കുഴപ്പമുണ്ടോ? കായ പറിക്കുമ്പോൾ ഞാനല്ലല്ലോ ഉണ്ടാവുക, നിങ്ങൾ തന്നെയല്ലേ പറിക്കുകയെന്ന്. അതുപോലെ തന്നെയാണ് ഫലം ഉണ്ടായതും. അത് വലുതായി തെങ്ങായി, അതിപ്പോൾ അവിടെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതാണ് ദീർഘവീക്ഷണം പറഞ്ഞത്. അതൊരു പ്രതീകാത്മകമായിട്ടാണ് ഈ പാറേൻ്റെ പുറത്ത് തേങ്ങ വെച്ച് പറഞ്ഞത്. അല്ലാതെ പാറേൻ്റെ പുറത്ത് തെങ്ങ് വെച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രതീകാത്മകത്വം മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ 92-ൽ ആരംഭിച്ച ആധ്യാത്മിക അന്തര്യോഗങ്ങൾ മുടങ്ങാതെ ഇതുവരെ നടന്നു. അതിനൊരു വർഷം 2020
ഇതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി. ഇതുപോലെ വിപുലമായിട്ടൊന്നുമില്ല, നോട്ടീസില്ല, ഒന്നുമില്ല. അന്ന് ഭഗവത്ഗീത ഒരധ്യായം പഠിക്കുന്നതിന് പകരം ഭഗവാൻ ഭാഷ്യകാരൻ്റെ സദാചാരം ആയിരുന്നു പഠിച്ചത്. അത് വളരെ ദൂരമൊക്കെ പാലിച്ച് എല്ലാവരും ഇരുന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ കുറച്ച് പേര്, മുടക്കണ്ട എന്നുള്ള നിലയ്ക്ക് മാത്രം ആ രീതിയിൽ. അതുകൊണ്ട് അന്തര്യോഗം എന്നുള്ള പേരിൽ ഒന്ന് കുറഞ്ഞു എന്ന് പറയാം, ഇല്ലെങ്കിൽ ഒറ്റൊന്നും കുറഞ്ഞിട്ടില്ല, അതുവരെ നടന്നു. കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും തന്നെ ഇതിൽ വന്ന് അനുഗ്രഹിച്ചു. എല്ലാവരുടെയും ആ അനുഗ്രഹവും സങ്കല്പവുമാണ് ഇതിൻ്റെ ബലവും മുന്നോട്ടുള്ള പോക്കിനുള്ള കരുത്തും. അതുപോലെ എത്രയോ സജ്ജനങ്ങൾ, ആരംഭം മുതൽ പങ്കെടുത്ത പല സജ്ജനങ്ങളും ഇന്ന് നമ്മളോട് കൂടെ ഇല്ല. ഭൂരിഭാഗം പേരും ആരംഭത്തിൽ ഭൂരിഭാഗം പേരും പോയിട്ടുണ്ട്. അവരൊക്കെ സങ്കല്പങ്ങൾ, അവരൊക്കെ ശുഭസങ്കല്പങ്ങൾ, അത് ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു കരുത്താണ്. അതിനോട് ചേർന്ന് നമ്മളെല്ലാം ഒരു മനസ്സായി നിൽക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഭഗവത്ഗീത 6-ാം അധ്യായത്തെ അധികരിച്ചാണ് ഈ പ്രാവശ്യത്തെ പഠനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ പിന്നീട് പറയാം, ഈ ഒരു സഭയ്ക്ക് ശേഷം അതിനെക്കുറിച്ചൊക്കെ പറയാം. ഏതായാലും ഈ സന്ദർഭത്തിൽ ആദ്യകാലത്ത് ഇതിൻ്റെ എല്ലാ യോഗങ്ങളിലും ഉദ്ഘാടകനോ അധ്യക്ഷനോ ആയിട്ട് മാറി മാറി, ഒന്ന് രാമാനന്ദ സരസ്വതി സ്വാമികൾ, മറ്റൊന്ന് ഗോലോകാനന്ദ സ്വാമികൾ, ഇങ്ങനെയായിരുന്നു. അതിങ്ങനെ മാറി മാറി ഉണ്ടാവും. ഒരു മാസം ഒരാളാണെച്ചാൽ വേറെ മാസം വേറൊരാൾ. രാമാനന്ദ സരസ്വാമികൾ ഇവിടെ വെച്ച് തന്നെയാണ് മഹാസമാധി പ്രാപിച്ചത്. ആ ജീവിതത്തിൻ്റെ ഒടുവിൽ 8 വർഷത്തോളം ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ള വലിയൊരു അനുഗ്രഹം ആശ്രമത്തിനും കുളത്തൂരിനും ഒക്കെ ഉണ്ടായി. ഗോലോകാനന്ദ സ്വാമികൾ ശാരീരികമായിട്ടിപ്പോൾ കുറച്ചൊരു വയ്യാതെ വീൽ ചെയറിലൊക്കെയാണ്. പക്ഷെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, ആദ്യത്തെ ചോദ്യം, 2-3 ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യത്തെ ചോദ്യം അന്തര്യോഗമാണ്. എൻ്റെ പൊസിഷനിൽ ആരാ ഇരിക്കണമെന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാൽ ഉദ്ഘാടകനായിട്ട് ആരാണ് ഇപ്പോൾ വരുന്നത് എന്നൊക്കെ എപ്പോൾ കണ്ടാലും ആ ഒരു അനുഗ്രഹ ഭാവമാണത്. ഒക്കെ ചോദിച്ചിട്ടൊരു ചിരിയുണ്ട് മുകളിലേക്ക് നോക്കിയിട്ട്. ഏതായാലും ഇപ്പോൾ നമുക്കറിയാം, കുറേ വർഷങ്ങളായി പരമപൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികൾ നമ്മുടെ ഈ ഒരു സഭയിൽ നമ്മളെ അനുഗ്രഹിച്ചു പോരുകയാണ്. ഈ കഴിഞ്ഞ കുംഭമേളയ്ക്കാണ് നമുക്ക് കേരളത്തിന് എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടൊരു മഹാമണ്ഡലേശ്വരനെ ലഭിക്കുന്നത്. മലയാളികളായ മഹാമണ്ഡലേശ്വരന്മാർ ഇതിനു മുമ്പ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ധാരാളമൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 പേര്. ഒന്ന് വിദ്വത് വരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ പോരാ, സർവദർശനക്കാരനെന്നോ അല്ലെങ്കിൽ വേദാന്തകാനന പഞ്ചാനനൻ എന്നൊക്കെ പ്രസിദ്ധനായിരുന്നു. വേദാന്തകാനന പഞ്ചാനനൻ. 12 ദർശനങ്ങളിലും ഒരുപോലെ വിദ്വാനായിരുന്ന, അറിവിൻ്റെ ഒരു നിധി പറഞ്ഞാൽ പറ്റില്ല, അതിനപ്പുറത്തായിരുന്നു കാശികാനന്ദഗിരി സ്വാമികൾ. സ്വാമിജിയായിട്ടുണ്ടായ ബന്ധമൊക്കെ അപ്പം അങ്ങനെ മനസ്സിൽ വരികയാണ്. ആദ്യകാലത്ത് ആ ഒരു ഗരിമയുടെ സന്ദർഭത്തിലുള്ള ബന്ധവും പിന്നീട് വളരെ ലളിതമായി പെരുമാറുന്ന സന്ദർഭത്തിലുള്ള ബന്ധവും രണ്ടും ഒരുപോലെ ഓർമ്മയുണ്ട്. ആദ്യമൊക്കെ അടുക്കാൻ പേടിയാണ്, അടുത്ത് പോകാൻ തന്നെ പേടിയാണ്. ഉള്ളത് പറഞ്ഞത് എന്താ, വിറച്ചിട്ടാണ് അടുത്ത് തന്നെ പോവുക. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ സമയം പോലെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ശരി. അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വാമിജിയുടെ, അതായത് നമ്മുടെ ശിക്ഷാ ഗുരുനാഥൻ മാത്രമല്ല, സ്വാമിജിയുടെ പേരിലാണ് നമ്മൾ സന്യാസ ദീക്ഷ സ്വീകരിച്ചത്.
സ്വാമിജിയുടെ ഗുരുനാഥൻ മാധവാനന്ദപുരി സ്വാമിയായിരുന്നു. സ്വാമിജിയുടെ ഗുരുനാഥൻ രാമാനന്ദപുരി സ്വാമിയായിരുന്നു. ഈ രാമാനന്ദപുരി സ്വാമിക്ക് എന്തോ മണ്ഡലേശ്വര പദവി ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്, ഉറപ്പില്ല. ഉണ്ട്. ഇനി വേറെ ഏതോ ഒരു മണ്ഡലേശ്വരം കൂടി ഉണ്ടോ സംശയം, രണ്ടുപേരേ ഉള്ളൂ. ശരി, ഏതായാലും ഈ സമീപകാലത്ത് ഇപ്പോൾ കാശികാനന്ദഗിരി സ്വാമി മലയാളിയാണെങ്കിലും സ്വാമിജി മലയാളം പറയണ പ്രശ്നമില്ല. ഹിന്ദി സംസ്കൃതം അല്ലാതെ മറ്റൊന്ന് പറയില്ല. സ്വാമിജി മലയാളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണ്. മലയാളം പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയാം എന്താ പറഞ്ഞതെന്ന്. അല്ലാണ്ട് പറയില്ല, വർത്തമാനം പറയുമ്പം പറയില്ല, പറയണ പ്രശ്നമില്ല. സംസ്കൃതം ശുദ്ധ സംസ്കൃതം, പ്രൗഢ സംസ്കൃതം, സാമാന്യ സംസ്കൃതമൊന്നുമല്ല, പ്രൗഢ സംസ്കൃതമാണ്. പിന്നെ ഹിന്ദി അതേ പറയുള്ളൂ. സ്വാമിജിനെ കൂടെ മലയാളം പറയിപ്പിക്കാൻ കുറേ സന്യാസിമാർ പാടുപെട്ടിട്ടുണ്ട്, അവസാനം അവർ വിജയിച്ചു. അതിരിക്കട്ടെ. അപ്പോൾ എങ്കിലും സ്വാമിജി കേരളത്തിൽ ജീവിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് ഈ കഴിഞ്ഞ കുംഭമേളയ്ക്ക് നമ്മുടെ ആനന്ദവനം സ്വാമികൾ മഹാമണ്ഡലേശ്വരായി, അതും ജൂന അഖാഡയുടെ അഖാഡകളിൽ ഏറ്റവും വലുതാണ് ജൂന അഖാഡ. ഏറ്റവും അധികം സന്യാസിമാരുള്ളത് ജൂന അഖാഡയിലാണ്. അറിവ് ശരിയാണെങ്കിൽ ഒരു 5 ലക്ഷം 6 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാവും സന്യാസിമാർ. ഞങ്ങളത്ര കുറവാന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. അഖാഡയിലെ സ്വാമിമാരാണ്. എന്തായാലും ഒരു 5-6 ലക്ഷം ജൂന അഖാഡയിൽ മാത്രം ഉണ്ടാവും. ഞങ്ങൾ കൈലാസാശ്രമത്തിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചവരൊക്കെ വരിക നിരഞ്ജനിയിലാണ്, നിരഞ്ജനി അഖാഡയിലാണ്. അതിലുണ്ടാവും കുറേ ഇല്ലേ? 20 ലക്ഷം. എല്ലാ അഖാഡയും കൂടി 20 ലക്ഷം. അപ്പോൾ ഭാരതത്തിലെ സാധുക്കളുടെ ബലം മനസ്സിലായില്ലോ. ഒരു 26 ലക്ഷം അഖാഡയിലുള്ള അംഗീകൃത സാധുക്കൾ മാത്രം ഉണ്ടാവും. പിന്നെ അംഗീകൃത അല്ലാത്ത സാധുക്കൾ ഏകദേശം അത്ര തന്നെ അതും ഉണ്ടാവും. അത്രയും വലിയ ഒരു വിഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ തൊട്ട് കളിക്കണതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്കിവിടെ വളരെ സന്തോഷം. സ്വാമിജി ഞങ്ങൾ ആദ്യമേ അങ്ങേയറ്റ സ്നേഹബന്ധമാണ്, അങ്ങേയറ്റത്തെ സ്നേഹബന്ധമാണ് ആദ്യമേ. അത് കഴിഞ്ഞ് പിന്നെയാണ് അറിഞ്ഞത് മഹാമണ്ഡലേശ്വരനാവുകയാണെന്ന്. അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ രഹസ്യമായിട്ട് ഒന്ന് നുള്ളിയിട്ടുണ്ട്. കാരണം മണ്ഡലേശ്വരനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് മുമ്പൊരു നുള്ളൊക്കെ ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസിമാരുടെ ആചാര മര്യാദകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മണ്ഡലേശ്വരനെ ആ ഒരു പദത്തിൽ ബഹുമാനിക്കുകയൊക്കെ വേണം. അതുകൊണ്ട് പിന്നെ നുള്ള് അടിക്കുകയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രയാഗയിൽ വെച്ച് ചെറിയൊരു നുള്ളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ അങ്ങേയറ്റം സന്തോഷമാണ്, വലിയ സന്തോഷം. ഇതെന്താ വെച്ചാൽ സ്വാമിജി മണ്ഡലേശ്വരായി എന്നുള്ളതല്ല, മറിച്ച് കേരളത്തിൽ അഥവാ ദക്ഷിണ ഭാരതത്തിൽ സന്യാസിമാരുടെ സമ്പ്രദായങ്ങളെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച്, അഖാഡകളെക്കുറിച്ച് ഒന്നും അങ്ങനെ സാമാന്യ ജനങ്ങൾക്ക് അത്രയ്ക്ക് അറിവില്ല. ശങ്കരാചാര്യർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ 4 ശങ്കരാചാര്യന്മാരെക്കുറിച്ചും ഒരുവിധം അറിയുണ്ടാവും. പക്ഷേ മണ്ഡലേശ്വരന്മാർ ആരാണ് എന്താണെന്നുള്ളത് അത്രയ്ക്ക് അധികമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ മണ്ഡലേശ്വരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വളരെ 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 ഒരു സന്തോഷം കൂടിയാണ്. ഏതായാലും കൂടുതൽ ദീർഘമായിട്ട് ഇപ്പോൾ ഒന്നും പറയണില്ല. എന്തെങ്കിലും വേണ്ടി വന്ന സന്ദർഭത്തിനനുസരിച്ച് പറയാം. ഈ ഒരു ഉദ്ഘാടന ഭാഷണത്തിനായിക്കൊണ്ട് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതീ സ്വാമികളെ ക്ഷണിക്കട്ടെ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംപൂജ്യ ഗുരുനാഥന്മാരായിട്ടുള്ള ആത്മസ്വരൂപാനന്ദ സ്വാമിജികൾ, ചിദാനന്ദപുര സ്വാമിജികൾ, ശിവാനന്ദ സ്വാമിനി,
മറ്റ് മഹാത്മാക്കൾ എല്ലാവരുടെയും പാദങ്ങളിൽ ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം. ഈ ആധ്യാത്മിക അന്തര്യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ സംസ്കൃതി നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാമാണ് അനുഗ്രഹം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ സംസ്കൃതി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഗുരുവിൻ്റെ മാർഗദർശനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശ്രേയസ്സും നാം നിലനിൽക്കുന്ന സമാജത്തിൽ ദേശത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ ഭാരതത്തിൻ്റെ മുഴുവൻ പൗരാണികമായ ചരിത്രവും അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ തന്നെ നമ്മൾ പഴയ കാലത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു യോഗീശ്വരൻ്റെ ഒരു ഗുരുവിൻ്റെ ഒക്കെ ഒരു സമാധി സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കല്പമൊക്കെ കാണാം. അപ്പോൾ പഴയ കാലത്ത് നമുക്കും കുലങ്ങൾക്ക്, വ്യക്തിക്ക്, കുലത്തിന്, ദേശത്തിന് ഒക്കെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഉത്തരഭാരതത്തിലാണെങ്കിൽ ഇപ്പോഴും അവിടെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആശ്രമത്തിലാണ് പോവുക. ആശ്രമത്തിൽ പോകുമ്പോൾ വളരെ കുട്ടികളായിട്ടുള്ള കുട്ടികളെയും കൂടി കൊണ്ടുപോകും. അവിടെ ആശ്രമത്തിലെ ക്ലാസ്സുകളോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും പങ്കെടുക്കണമെന്നും ആയിരിക്കില്ല കുട്ടികൾ. അധികവും അവിടുത്തെ സേവാ പ്രവർത്തനങ്ങളിൽ, അവിടെ അന്നപ്രസാദം നൽകുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വൃത്തിയാക്കുക, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ സേവാ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടും. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ ശീലിച്ചുകൊണ്ട് ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം, ആ ഒരു രീതി ഉത്തരഭാരതത്തിൽ സാമാന്യേന എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഏത് ഒരു അവരുടെ വീട്ടിൽ ചെന്നാലും ബിസിനസ് സ്ഥാപനത്തിൽ ചെന്നാലും അവിടെ അവരുടെ ഗുരുവിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അവിടെ ആ ഗുരുവിൻ്റെ ആശ്രമത്തിലെ മഹാത്മാക്കളുടെ പുണ്യതിഥിക്ക്, സമാധി ദിനത്തിന് അവിടെ ചെല്ലും, വേണ്ട സേവാ പ്രവർത്തനങ്ങൾ ചെയ്യും. കുംഭമേള പോലുള്ള വലിയ അനുഷ്ഠാനങ്ങൾ, വലിയ കൂടിച്ചേരലുകൾ നടക്കുമ്പോൾ അവിടെ വന്ന് സേവാ പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ ഗുരുപൂജ ചെയ്ത്, ഗുരുസേവ ചെയ്ത് സ്വന്തം ജീവിതത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധയുള്ള ആളുകളാണ്. പഴയകാലത്ത് കേരളത്തിലും അങ്ങനെയായിരുന്നു. കേരളത്തിലെ പഴയ ആചാര്യന്മാരുടെ പരമ്പരകൾ, ഇപ്പോൾ സ്വാമിജി തന്നെ ഈ ദേശത്തിൻ്റെ മഹിമയെക്കുറിച്ച്, എത്രത്തോളം ഗുരുനാഥന്മാരുടെ തപസ്സിൻ്റെ ഒരു ഫലമുള്ള മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു അത് ഓരോരുത്തരോളം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുർവേദത്തിലൊക്കെ ആവർത്തിക്കുന്നതിനാണ് വീര്യം കൂടുക, ഫലം കൂടുക. അത് ആവർത്തിച്ച് നമ്മളിൽ ഉറപ്പിക്കേണ്ടതാണ് നമ്മൾ നിൽക്കുന്ന മണ്ണിൻ്റെ, ആ മണ്ണിലുള്ള പൂർവാചാര്യന്മാരുടെ തപസ്സിൻ്റെ പുണ്യം. അപ്പം ഇപ്പോഴും നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് നമ്മൾ ഉത്തരഭാരതത്തിനെ നോക്കുമ്പോൾ പല കുറവുകൾ പലതരത്തിൽ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. ഒരു 4 മാസത്തോളം അതിശൈത്യം, ഇപ്പോഴൊക്കെ അതിശൈത്യമാണ്. ഒരു 4 മാസത്തോളം കടുത്ത വേനൽ, അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത വേനൽ, പല സ്ഥലത്തും വരൾച്ചയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പം അങ്ങനെയുള്ളൊക്കെ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്, അത്തരം പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ സന്ദർഭത്തിൽ ഏതറ്റം വരെയും പോകാൻ അവരെ ശക്തരാക്കുന്നത് ഈ ഗുരുവിൻ്റെ സാമീപ്യമാണ്. ഈ അടുത്ത കാലത്ത് ശങ്കരാചാര്യസ്വാമികൾ മണ്ഡന മിശ്രനുമായിട്ട് ശാസ്ത്രാർത്ഥം നടത്തിയ ഗ്രാമത്തിൽ, അത് ബീഹാറിൽ വളരെ ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരു ഗ്രാമമാണ്, മഹിഷി എന്നാണ് അതിൻ്റെ പേര്. കൗസി നദിയുടെ തീരത്താണ്. കൗസി നദി എന്ന് പറയുന്നത് നേപ്പാളിൽ നിന്ന് വരുന്നതാണ്. എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ തീരത്തൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഒരു 500ഓളം കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അവർ നമ്മളോടിങ്ങനെ കുറച്ച് പേര് അധ്യാപകരാണ്, കുറച്ച് പേര് പൂജാതി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ അവർ പറയുന്ന അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തരികയാണ്. മഹാരാജ് ഇവിടെ കൃഷിയില്ല,
ഗോശാലയില്ല, സ്ഥാപനങ്ങളില്ല, കടകളില്ല, വ്യവസായമില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. പൊതുവിൽ നമ്മളൊക്കെ പറയാറ് നേരെ തിരിച്ചാണ്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എല്ലാ ഇതുകൊണ്ടും സന്തോഷം മാത്രമില്ല എന്ന്. പക്ഷേ ആ ഒരു ഗുരുപരമ്പര അനുഗ്രഹിച്ച സ്ഥലത്തുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പം ആന്തരികമായ സന്തോഷം, സുഖം നമുക്കുണ്ടാക്കി തരുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം. ആ ഗുരുവിൻ്റെ മാർഗദർശനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. അപ്പം ഇവിടെ ഓരോ വർഷങ്ങളിലെയും അന്തര്യോഗങ്ങളിൽ വളരെ ആഴത്തിലുള്ള ശാസ്ത്രവിചാരം, വേദാന്ത വിചാരം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഭഗവത്ഗീതയാണ്. അത് 2 തരത്തിൽ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാരുടെ മാർഗത്തിൽ ഒരുപാട് മാർഗദർശനം നൽകുന്നതാണ്. അതേസമയം മീമാംസകരെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ സധൈര്യം മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്ന ഒന്നുമാണ്. ഇപ്പോൾ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് രാജർഷിയുടെ സദസ്സിലെത്തിയ നവയോഗികളോട് സംവാദത്തിൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്, സുഖത്തിന് എന്ത് വേണമെന്ന്. അപ്പോൾ എല്ലാ ദിവസവും നാമം ജപിക്കണം, ദൈവത്തിൽ നല്ല ഭക്തി ഉണ്ടാവണം എന്നൊന്നുമല്ല ആദ്യത്തെ യോഗി പറഞ്ഞത്. ഭയം ഉണ്ടാവരുത് എന്നാണ്. ഭയത്തിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകലെയായിരിക്കുമോ അത്രത്തോളം നമ്മൾ സുഖത്തിനോട് അടുത്തായിരിക്കുമെന്ന്. അപ്പോൾ ആ ധൈര്യം നമുക്ക് തരുന്നത് ഈ ഗുരുക്കന്മാരിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്ന ജ്ഞാനമാണ്, അല്ലെങ്കിൽ മാർഗദർശനങ്ങളാണ്. അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന മഹാഗുരു അർജുനനിലൂടെ നമുക്ക് നൽകുന്ന ധൈര്യമാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ശാസ്ത്രഗ്രന്ഥത്തിലൂടെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ ആചാര്യന്മാർ വരുന്ന ക്ലാസ്സുകൾ, അതിലൂടെ പകരുന്ന അറിവുകൾ അതല്ല ഇത്തരത്തിലുള്ള ഒരു അന്തര്യോഗത്തിൻ്റെ ഏറ്റവും വലിയ സത്ത എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ ഒരു ആശ്രമാന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ, ഗുരുക്കന്മാരുമായി വളരെ അടുത്ത് ഇടപഴകുമ്പോൾ, പലപ്പോഴും ഗുരുക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ക്ലാസ്സുകളിൽ ഒക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പം 1000 ഗീതാ ക്ലാസ്സുകളിലിരുന്നാലും ഭാഗവത ജ്ഞാനയജ്ഞങ്ങളിലിരുന്നാലും ചിലപ്പോൾ നമ്മളിൽ അവശേഷിക്കുക ചിലപ്പോൾ വളരെ കുറച്ച് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു അന്തര്യോഗമായിട്ട് അല്ലെങ്കിൽ കുറച്ചു കാലം ഒരു ആശ്രമത്തിൽ ഒരു ഗുരുവിൻ്റെ ഒപ്പം സഹവസിക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ സന്ദർഭങ്ങളിലും അവർ പങ്കുവയ്ക്കുന്ന ചെറിയ ചെറിയ ഉപദേശങ്ങൾ, അവരുടെ സാമീപ്യത്തിലൂടെ ഒന്നും പറയാതെ നമ്മിലേക്ക് പകരുന്ന മാർഗദർശനങ്ങൾ, അതാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളുടെ, അന്തര്യോഗങ്ങളുടെ ഏറ്റവും വലിയ മഹിമ. നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി അതാണ് ലഭിക്കുന്നത് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ തപസ്, ഈ ഒരു ചെറിയ കാലത്തെ, വളരെ ചെറിയ കാലമാണ്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എല്ലാവർക്കും ആചരണങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തപസ് ചെറിയ രീതിയിലെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ ശബരിമല വ്രതമെങ്കിലും നമ്മൾ നോക്കാറുണ്ട്. ഇന്ന് അതുപോലും നമ്മൾ പോകുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ പോലും ആ വ്രതം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നോക്കുക. അതേസമയം നമ്മളിപ്പോൾ ഈ ജനുവരി 3 തൊട്ട് നിങ്ങൾ പ്രയാഗ്രാജിൽ വന്നു കഴിഞ്ഞാൽ കാണാം 20-25 ലക്ഷം ആളുകൾ. അതിൽ സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാരായിരുന്ന ആളുകൾ തൊട്ട് വളരെ സാധാരണക്കാരായിരുന്ന ആളുകൾ വരെയുണ്ട്. അവർ പഴയകാലത്ത് കുടിലായിരുന്നു, ഇന്നൊരു ടെൻറ്റുകൾ കെട്ടി അതിൽ സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് എല്ലാ ദിവസവും ഗംഗാസ്നാനം ചെയ്ത് ജപമോ പാരായണമോ അവരുടെ നിത്യാനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്ത് ആ ഒരു വ്രതനിഷ്ഠയോടുകൂടി തപസ്സോടുകൂടി ജീവിക്കും. കൽപ്പവാസം ചെയ്യുക എന്നാണ് അതിനെ പറയുക. ഒരു മാസം അങ്ങനെ ഈ മാഘമാസത്തിൽ ഒരു പുണ്യതീർത്ഥത്തിൻ്റെ അരികിൽ ദിവസവും തീർത്ഥസ്നാനം ചെയ്ത് ആധ്യാത്മിക സാധനയിൽ മുഴുകി ജീവിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ ആ തപസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോക്കിൽ, ഇപ്പോൾ കുംഭമേളകളൊക്കെ അമൃതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐതിഹ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടാണ്. പല രീതികൾ നമ്മിലേക്ക് വന്നു ചേർന്ന എല്ലാ വിഷങ്ങളെയും, ഇപ്പോൾ സ്വാമിജി നേരത്തെ അന്തര്യോഗം എന്നുള്ളത്
ആന്തരികമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് എന്ന് പറയുന്നു. അതുപോലെ നമ്മളിലേക്ക് വന്നു ചേർന്ന എല്ലാ വിഷങ്ങൾക്കുമുള്ള അമൃതാണ്. നമ്മളെ ഒരു പുതിയ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള തപസ് എന്നാണ് ആചാര്യന്മാരവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അമൃതായിട്ട് നമുക്ക് ഈ നമ്മുടെ അന്തര്യോഗം എന്നുള്ള ഈ തപസ്സിനെയും മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം. പിന്നെ നമ്മളൊരു ഇത്തരത്തിലുള്ളൊരു ക്ലാസ്സുകളിലിരിക്കുമ്പോൾ അധികവും നമ്മൾ നോട്ട് എഴുതുന്നതിൽ വളരെ ശ്രദ്ധയുള്ള ആളുകളാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഈ നോട്ട് എഴുതുന്നത് മാറ്റി നമ്മളെ പറയുന്നതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ഇതുണ്ടായാൽ അതാണ് നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ബാക്കി ഉണ്ടാവുക. മറ്റേത് നോട്ട് പുസ്തകം അവിടെ ഉണ്ടാവും, അത് വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ പിന്നെ മിക്കവാറും തുറക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പം നോട്ട് എഴുതാനുള്ള ശ്രദ്ധയിൽ ആചാര്യൻ അവിടെ നിന്ന് ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന ആ വാക്കിൻ്റെ പൂർണ്ണമായ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ പൊതുവിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള സേവാപ്രവർത്തനങ്ങളിലൊക്കെ ഒരു ത്യാഗം എന്നുള്ള രീതിയിലൊക്കെയാണ് പങ്കെടുക്കാറ്. നമ്മളതിനെ ഒന്ന് മാറ്റി ചിന്തിക്കുക കൂടി ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം കൂടി പങ്കുവയ്ക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഇന്നത്തെ ഒരു ലോകത്തുള്ളൂ, അത് ബിസിനസ്സാണ്. ബാക്കി മന്ത്രിമാർക്ക് ഉത്തരവാദിത്വം ഇല്ലാതാവാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലാതാവാം, ബാക്കി ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതെ അത് കൊണ്ടു നടക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു കാര്യവും കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത്തരത്തിലൊക്കെ ഒരു ബിസിനസ്സുകാർ അവരുടെ കർമ്മമേഖലയിൽ പുലർത്തുന്ന ഗൗരവത്തോടു കൂടി വേണം നിങ്ങൾ പങ്കെടുക്കാൻ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ മനസ്സിനെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രോഫിറ്റ് ഉണ്ടാവണം. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത അന്തര്യോഗത്തിൻ്റെ സമയമാകുമ്പോഴെങ്കിലും കഴിഞ്ഞ അന്തര്യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തത് കൊണ്ട്, ആ തപസ്സിൽ ഞങ്ങൾ ഇരുന്നത് കൊണ്ട് നമ്മളിൽ എന്ത് പരിവർത്തനം വന്നു, നമുക്ക് എത്രത്തോളം അറിവുണ്ടായി എന്നുള്ളതല്ല. ഭഗവത്ഗീതയുടെ 10 ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളതല്ല. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതിയോട് എത്ര മര്യാദാമസൃണമായി നമുക്ക് പെരുമാറാൻ പറ്റി. അർജുനനോട് ആ കർമ്മ മേഖലയിലുള്ള ഭഗവാന്റെ ഉപദേശം പോലെ നമുക്ക് പ്രാരബ്ധവശാൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മങ്ങളെ എത്ര സഹജമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റി, നമ്മിൽ എത്രത്തോളം പരിവർത്തനം വന്നു, എത്രത്തോളം മാറ്റം വന്നു എന്ന് തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിയണം ഈ തപസ്സിലൂടെ കടന്നു പോയതിൻ്റെ ഭാഗമായിട്ട്. അതിന് ഗുരുപരമ്പര നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആധ്യാത്മിക അന്തര്യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കുമായി അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിജിയുടെ വാക്കുകൾ നമ്മളെല്ലാം സശ്രദ്ധം കേട്ടു. നമ്മുടെ ഈയൊരു കാര്യപരിപാടിക്ക് വലിയൊരു അനുഗ്രഹമാണ് പരമപൂജ്യ ആത്മസ്വരൂപാനന്ദ സ്വാമികളുടെ സാന്നിധ്യം. നമുക്ക് സ്വാമിജിയുടെ അനുഗ്രഹ വാക്കുകൾക്കായി ശ്രദ്ധിക്കാം. ശ്രീഗുരുഭ്യോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംപൂജ്യരായ ചിദാനന്ദപുരി സ്വാമികൾ,
ആനന്ദവനം ഭാരതി സ്വാമികൾ, മാതാജി, മുമ്പിരിക്കുന്ന സന്യാസിനി ശ്രേഷ്ഠന്മാരെ, ഭക്തജനങ്ങളെ, എൻ്റെ വിനീതമായ നമസ്കാരം. ഏതാനും കൊല്ലങ്ങളായിട്ട് അന്തർയോഗത്തിൻ്റെ ഉദ്ഘാടനം ചിദാനന്ദപുരി സ്വാമി ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ വിളിക്കുന്നു. അതൊരു ഈശ്വര നിയോഗമായിട്ട് കണക്കാക്കിയിട്ട് ഞാനിവിടെ വരാറുണ്ട്. ഇന്ന് കേരളത്തിൽ ഇത്രയും നന്നായിട്ട് ഈ ആധ്യാത്മിക അന്തർയോഗം നടത്തുന്ന സ്ഥലമില്ല എന്ന് തന്നെ പറയാം. അന്തർയോഗങ്ങൾ പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ അന്തർയോഗങ്ങളും നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ളവർ ഉള്ള ഈ പരിപാടിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. വളരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിശ്ചിതമായ വിധത്തിൽ തന്നെ നടക്കുന്നുണ്ട്. മനസ്സിനെ ബഹിർമുഖങ്ങളാവാൻ സാധ്യത വളരെ കുറവാണിവിടെ. പല കാരണങ്ങൾ. ഒന്ന്, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ആ ക്ലാസ്സുകളിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള വേദികൾ, ഭജന, അതേപോലെ വളരെ ലളിതമായിട്ടുള്ള നല്ല ആഹാരം, അതൊരു പ്രധാനമാണ്. ഈ ആഹാരം നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും. വളരെ സാത്വികമായിട്ടുള്ള ആഹാരം, ഇതെല്ലാം കൂടി ഇത് മറ്റ് ബാഹ്യമായിട്ടുള്ള കോലാഹലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ പ്രദേശം തന്നെ, ഈ ആശ്രമവും ഈ പ്രദേശവും. അന്തർയോഗം, ഈ സർവേശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ കഠോപനിഷത്ത് പറയുന്നത് ബഹിർമുഖങ്ങളായിട്ടാണ്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു തരം ചതിവാണത് ചെയ്തത്. നമുക്ക് ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റില്ല. പുറത്തേക്കുള്ളതൊക്കെ കാണാം. പുറത്തേക്കുള്ളതൊക്കെ ബന്ധകാരണങ്ങളാണ്. അതിന് സംസ്കൃതത്തിൽ പറയുന്ന വാക്ക് തന്നെ വിഷയം എന്നാണ്. വിഷയങ്ങളാണ് പുറമേ ഉള്ളതെല്ലാം. വിഷയം എന്ന് പറഞ്ഞാൽ വിശേഷേണ സിന്വന്തി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. വിശേഷമായിട്ട് നമ്മളെ ബന്ധിക്കുന്നതാണ് വിഷയം. ഈ വിഷയങ്ങളെ അറിയാനല്ലാതെ അകത്ത് ഇതിനെല്ലാം ശക്തി കൊടുക്കുന്ന, ഈ വിഷയങ്ങളെ കാണാൻ പോലും ശക്തി കൊടുക്കുന്ന ആത്മാവിനെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു വേദിയാണ് അന്തർയോഗം. അകത്തേക്ക് അത് വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ എന്ന് ഋഷീശ്വരന്മാർക്കൊക്കെ അറിയാം. കശ്ചിത് ധീര പ്രത്യേകാത്മാനമായി ആവൃത്തചക്ഷുരമൃതത്വമിച്ചൻ. ഈ വളരെ ആയിരം ആളുകളിൽ ഗീതയിലും ഇത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതിൽ താല്പര്യം തന്നെ ഉണ്ടാവുന്നുള്ളിലേക്ക് നോക്കാൻ. അതായത് ദുഃഖ നിവൃത്തി ഉണ്ടാവാൻ അല്ലെങ്കിൽ സുഖപ്രാപ്തി ഉണ്ടാവാൻ താല്പര്യം തന്നെ വളരെ വളരെ കുറവാണ്. ഈ ജൈന ബൗദ്ധ മതങ്ങൾ പ്രാബല്യത്തിൽ വരുന്നവരെ നമ്മുടെ ഗുരുകുല സമ്പ്രദായം ഒരു വക നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. എന്തായാലും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനം കഴിഞ്ഞ് വേദങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. തീരെ കഴിവില്ലാത്തവരാണ് ശൂദ്രർ. ഇവിടെ 4 കൂട്ടരും ആര്യന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. 4 കൂട്ടർക്ക് മോക്ഷവും സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധ്യൻ ലഭതേ പരം. അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ജോലികൾ വേണ്ടതുപോലെ ശരിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സംസിദ്ധി ഉണ്ടാവും. ഭരണകർത്താക്കൾക്കും കച്ചവടം നടത്തുന്നവർക്കും ഒക്കെ വേദങ്ങൾ പഠിക്കേണ്ടിയിരുന്നു. അതാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അവർ 3 കൂട്ടരും ഉപനയനം കഴിക്കുന്നവരാണ്, ദ്വിജന്മാരാണ്. ഉപനയനം കഴിഞ്ഞാൽ വേദപഠനമാണ്.
കുറച്ച് സാമാന്യമായിട്ട് ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെ എല്ലാവരും പഠിക്കണം നിർബന്ധമാണല്ലോ. അതുപോലെ സദാചാര നിഷ്ഠകൾ ആദ്യം എന്തായാലും പഠിക്കണം. അത് പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് വൃത്തിയിലേക്ക്, ഏത് തൊഴിലിലേക്ക് പോകുന്നു അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. കച്ചവടത്തിലുള്ളവർക്ക് അതിനുള്ള ശാസ്ത്രമുണ്ട്. മെഡിക്കൽ ഫീൽഡ് ഒക്കെ പോകുന്നവർക്ക് ആയുർവേദമുണ്ട്. ഭരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെയുള്ള ധനുർവേദമുണ്ട്. സുകുമാര കലകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അതുണ്ട്. പിന്നെ അർത്ഥശാസ്ത്രം, അത് ഏതിലാ, അതുപോലെ സുകുമാര കലകളിലെല്ലാം ഏതിലും സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഉപവേദങ്ങളുണ്ട്. ആ വേദങ്ങൾ ആദ്യ ഭാഗം എല്ലാവരും പഠിച്ചിരിക്കണം എന്നാണ്. ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ ആചാര്യൻ അന്തേവാസികൾക്ക് കൊടുക്കുന്ന ഒരു കോൺവൊക്കേഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തവരും ഉപനിഷത്ത് പഠിച്ചവർക്കൊക്കെ നല്ലപോലെ അറിയുന്നതാണ്. ഇല്ലെങ്കിൽ അതിലെ മന്ത്രങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഇത് ഗുരുകുലം പഠിച്ചു പോകുമ്പോൾ പറയുന്നതാണ്. അതിന് തൈത്തരീയ ഉപനിഷത്തിലെ ആദ്യത്തെ വല്ലിയിൽ തന്നെ വേദമനുച്ചാചാര്യം ദേവാസിനമനുശാസ്തി, വേദങ്ങളൊക്കെ പഠിച്ച് തിരിച്ച് ഗൃഹങ്ങളിലേക്ക് പോകുമ്പോൾ അന്തേവാസികൾക്ക് ഗുരുനാഥൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. സത്യം വദ ധർമ്മഞ്ചര. ഞാനിത് പറയാൻ വന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വാധ്യായാത്മാ പ്രമദഃ, സ്വാധ്യായത്തിൻ്റെ കാര്യത്തിൽ പ്രമാദം വരുത്തരുത് കുഞ്ഞുങ്ങളെ. നോട്ടക്കുറവ്, ഇൻഡിഫറൻസ് വരരുത്. അത് വീണ്ടും പറയുന്നു, സ്വാധ്യായം മാത്രം പോരാ, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായത്തിൻ്റെ കാര്യത്തിലും പ്രവചനത്തിൻ്റെ കാര്യത്തിലും വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലും പ്രമാദം വരുത്തരുത്. ആ ഒരു സമ്പ്രദായം നമ്മളുടെ ആ വൈദിക പഠനം, ഉപനയനാദികൾ കഴിഞ്ഞുള്ള വ്യവസ്ഥ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ ബൗദ്ധ ജൈന ദർശനങ്ങളും പുറമേ നിന്ന് വന്നു ചേർന്നിട്ടുള്ള അതുപോലെ മറ്റ് കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ആകെ 2 വർണ്ണമേ ഉള്ളൂ. അത് തന്നെ ബ്രാഹ്മണൻ കച്ചവടം ചെയ്യുന്നവരെയും നമ്മൾ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. അത് വൈശ്യരല്ലേ. രാജ്യം ഭരിക്കുന്നവർ എല്ലാ ബ്രാഹ്മണന് കഴിഞ്ഞുള്ളവരൊക്കെ ശൂദ്രരെന്നാണ് പറയുന്നത്. നമ്മൾ സ്വയം അങ്ങോട്ട് ശൂദ്രരെന്ന് നമ്മൾ പറയുകയാണ്. നേരെ മറിച്ച് ആ ഒരു സമ്പ്രദായം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വീടുകളിൽ ഗാർഹപത്യാഗ്നി അതൊക്കെ വളരെ കാര്യമായിട്ട് പൂജിച്ച് വളരെ ആചാരനിഷ്ഠയുള്ളവരായിരുന്നു. അതൊക്കെ ആകെ കൂട്ടിക്കുഴച്ച് ഒരു നമ്മുടെ ചാതുർവർണ്ണ വ്യവസ്ഥ നല്ലതാണ്, അത് വളരെ മലീമസമാക്കി പിന്നീട്. വിവേകാനന്ദ സ്വാമി ഈ ബുദ്ധമതത്തിൻ്റെ അധപ്പതനം, ആ അധപ്പതനത്തിൽ നിന്ന് ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ എങ്ങനെയാണ് നമ്മുടെ ആ വൈദിക ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ആ പഴയ തീരെ ആ നിഷ്ഠ ഇല്ലാതെയായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വാധ്യായമൊക്കെ വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവന്ന് ആത്മാവിൽ നിർത്താം, ആത്മരതി എങ്ങനെ ആളുകൾക്ക് ഉണ്ടാക്കാം, ഇതിന് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ഇന്നത്തെ സാഹചര്യം പ്രത്യേകിച്ചും സത്സംഗങ്ങളാണ്. ശാസ്ത്ര പഠനവും വേണം, സത്സംഗങ്ങളും വേണം. സത്സംഗങ്ങളെക്കുറിച്ച് പറയാത്ത ശാസ്ത്രങ്ങളില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതം നോക്കിക്കഴിഞ്ഞാൽ സത്സംഗത്തിൻ്റെ മഹത്വം വീണ്ടും 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 പറയുന്നത് കേൾക്കാം. നാരദര്, ഭാഗവതം എല്ലായിടത്തും നമുക്ക് കാണാം. ഇത് നല്ല ഒരു സത്സംഗം കൂടിയാണ്. അത് സ്വാധ്യായവും വേണം, പ്രവചനവും വേണം. ഇവിടെ ഉള്ളവർ ശ്രദ്ധയോടുകൂടി കേട്ട് പഠിച്ചു കഴിഞ്ഞാലേ അത് പോയിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും ശ്രദ്ധ പകർന്നു കൊടുക്കാൻ പാകത്തിന് തന്നെ നമ്മൾ ഇവിടുന്ന് പഠിക്കണം. അനുഷ്ഠാനവും വേണം, ശാസ്ത്രവും വേണം. ശാസ്ത്രം പഠിക്കാതെ ധർമ്മേത് അധർമ്മേത് നമ്മളെങ്ങനെ അറിയും?
ധർമ്മം ഏത് അധർമ്മം ഏത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ, ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ, അതുകൊണ്ട് ശാസ്ത്രമാണ് നിനക്ക് പ്രമാണം. ഇത് അർജുനനോട് മാത്രമല്ല, എല്ലാവരോടും. ലോകത്ത് അർജുനൻ നിമിത്തീകൃത്യ എന്നാണ്. അർജുനനെ നിമിത്തമാക്കിയിട്ട് ലോകത്തോട് സാക്ഷാത് സർവേശ്വരൻ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറയാണ്, തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ, നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. എന്തിന്? കാര്യാകാര്യ വ്യവസ്ഥിതവും. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, അകാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്തത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിൻ്റെ പ്രമാണം, ശരിയായിട്ടുള്ള വഴികാട്ടി ശാസ്ത്രമാണ്. ഈ ശാസ്ത്രവിധിയെ മാനിക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്നവർ കാമകാരത എന്നാണ് ഗീതയിൽ പറയുന്നത്. തോന്നിയതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോവും, ഇതിൻ്റെ പിന്നാലെ പോവും, വേറെ ദിക്കുന്ന കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും. അങ്ങനെ പോകാതിരിക്കുക. അത് അവസാനം അന്ധകോലാങ്കൂലന്യായനാന്ന് ആചാര്യസ്വാമികൾ പറയും പോലെ, ഒരിടത്തേക്ക് വഴി ചോദിച്ചു ഒരു കുരുടൻ, പട്ടണത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ തപ്പി പോകുന്നു, ശരിക്കും വഴി കിട്ടുന്നില്ല. ആ കുറച്ച് കുട്ടികളുടെ ശബ്ദം കേട്ടു, അവരവിടെ കളിക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചു, നദിക്കിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്? ആ കുറച്ച് കുസൃതിക്കാരാണ് അവർ അവിടെ ഒരു പശു മേയുന്നുണ്ടായിരുന്നു. ആ പശുവിൻ്റെ വാല് പിടിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞതാ, ഇത് പിടിച്ചോളൂ, ഇതിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്കിതാ ഇന്ന സ്ഥലത്തേക്ക് എത്താം, എന്ത് വന്നാലും വിടരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ എന്താവും എന്ന് നമുക്ക് ഊഹിക്കാം. ഈ പശുവിൻ്റെ വാല് പിടിക്കുമ്പോൾ അതിന് അസ്വസ്ഥതയാണ്, അത് പിടിച്ചു എന്നുള്ളത് ശരി. അവസാനം അത് ഓടാൻ തുടങ്ങി, കുറേയൊക്കെ ഓടി നോക്കി, അവസാനം പോയി കുഴി ചാടി. ഇതുപോലെ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ശാസ്ത്രം പഠിച്ചിരിക്കണം. വിവേകാനന്ദ സ്വാമി ഈ കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഈ ഫിലോസഫി എല്ലാം പ്രസംഗിച്ചത് പാശ്ചാത്യ ദേശങ്ങളിലാണ്. ഇവിടെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലുള്ള, വേദങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഉപനിഷത്തുകൾ എല്ലായിടത്തേക്കും വാരി വിതറാനാണ് പറഞ്ഞത്. ഉപനിഷത്തും ഭഗവത്ഗീതയിലുള്ള ആശയങ്ങൾ അത് നമ്മൾ തന്നെ വായിച്ചിട്ട് പഠിച്ചില്ല എങ്കിൽ, നമ്മൾ ശാസ്ത്രത്തിൻ്റെ നേരിട്ട് ഇല്ല എങ്കിൽ, വല്ലവരും പറയുന്നത് മാത്രം കേട്ടിട്ട് മാത്രം നമ്മൾ പോയാൽ തല്ലുകൊള്ളലും പട്ടിണി കിടക്കലുമാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധരിച്ചു വശാവും. ചില വിദ്വാന്മാർ ഈ തരത്തിൽ ആരെന്ത് തല്ലിയാലും തല്ലുകൊള്ളുക, അതാണ് തപസ് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പട്ടിണി കിടക്കുക, അതേ പട്ടിണി കിടക്കരുതെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. യുക്ത ആഹാര വിഹാരസ്യ, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ 6-ാം അധ്യായത്തിൽ തന്നെയാണ്. ഇവിടെ പട്ടിണി കിടക്കാനെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കർശയന്ത ശരീരസ്ഥ, ശരീരത്തെ പീഡിപ്പിക്കുകയാണ് പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ. അത് പീഡിപ്പിക്കുകയാണ്. ആസുര നിശ്ചയമുള്ളവരാണ് അവർ. ആ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടക്കാനും പറയില്ല, തല്ലുകൊള്ളാനും പറയില്ല. രാമനും കൃഷ്ണനും നമ്മളെ ഒരിക്കലും ഇതിനൊന്നും പ്രേരിപ്പിച്ചിട്ടില്ല. പറഞ്ഞു വരുന്ന ശാസ്ത്രങ്ങൾ നമ്മൾ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ പഠിച്ച ആളുകളിൽ, പ്രത്യേകിച്ച് പഠിച്ച ആളുകൾ മാത്രം പോരാ, രാഗദ്വേഷാദികളില്ലാത്ത ആളുകൾ, അത് വളരെ അടിവരയിട്ട് ഉള്ള ഒരു രാഗദ്വേഷാദികളില്ലാത്തവർ പറയുന്ന, വ്യാഖ്യാനിച്ചു തരുന്ന, പഠിച്ച ആളുകൾ പറഞ്ഞു തരുന്ന ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. എന്നാലേ ധർമ്മമേത് അധർമ്മമേത്, കാര്യമേത് അകാര്യമേത് നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഈ പറയുന്നു, ഇന്ന് പോലും എനിക്ക് കാണുക, കേൾക്കുകയോ എഴുതുക വേണ്ടി വന്നു. ഈ പലതരത്തിലുള്ള കോപ്രാട്ടിത്തരങ്ങൾ മതത്തിൻ്റെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, അതിന് പിന്നാലെ ഒരുപാട് ആളുകൾ പോകുന്നു. എന്താ? ശാസ്ത്രങ്ങൾ പഠിച്ചില്ല. ഇവിടെ അങ്ങനെയല്ല. ശാസ്ത്രങ്ങൾ വിധിപ്രകാരം പഠിച്ച ആളുകൾ തന്നെ, രാഗദ്വേഷാദികളില്ലാതെ ആളുകൾ, ലേശം രാഗമുണ്ടെങ്കിൽ അത് ഈശ്വരനിലാണ്. ഈശ്വരനിൽ രാഗം വേണം, വിഷയങ്ങളിൽ രാഗമില്ലാതിരിക്കുക. അതാണ് വിരാഗം, വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അതുപോലെ നമ്മൾ വേറെ അർത്ഥത്തിലാണ് ഇന്ന് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതെന്തൊരു ദോഷ ഗുണം എന്നാണ്. അല്ല, വിശേഷേണ രാഗം.
ആത്മാവിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ വിശേഷ രാഗമുണ്ടാവണം. വിഷയങ്ങളിൽ രാഗമില്ലാതിരിക്കണം. അതാണ് വിരാഗം. വിരാഗം തന്നെയാണ് വൈരാഗ്യം. ഈ ഉപനിഷത്തുകൾ അങ്ങോളം ഇങ്ങോളം വാരി വിതരാനാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഈ ഭഗവത്ഗീതയും ഒരു ഉപനിഷത്ത് തന്നെയാണ്. കാരണം എല്ലാ അധ്യായത്തിൽ ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നല്ലോ, ഭഗവത്ഗീതാസു ഉപനിഷത്സു. ഗീത എന്നുള്ള പദം പോലും ഉപനിഷത്ത് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവത്ഗീതം എന്ന് പറഞ്ഞാൽ മതി. ഗീതം എന്ന് പറഞ്ഞാലും ഗീത എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. പിന്നെ ഗീത എന്ന് പറയാനുള്ള കാരണം അത് ഉപനിഷത്തായിട്ട് പരിഗണിച്ചിരിക്കുന്നു ആചാര്യന്മാർ. അതുകൊണ്ട് അത് ഉപനിഷത്ത് എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് ഗീതം എന്നുള്ളതിന് പകരം ഗീത എന്ന് ഉപയോഗിക്കുന്നു. അത് ഗീത, ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ഉപനിഷത്തുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഭാഷ്യങ്ങൾ പഠിക്കുന്നുണ്ട് പല തവണകളായിട്ട്. ഭഗവത്ഗീത വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓരോ അധ്യായങ്ങളായിട്ടെടുത്ത് വളരെ ചർച്ച നടത്തി ഇവിടെ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രാവശ്യം 6-ാം അധ്യായമാണ്. ഒരുപാട് മറ്റ് സ്ഥലങ്ങളില്ലാത്ത ആശയങ്ങൾ ഇതിൽ കൂടുതലുണ്ട്. മറ്റ് ഭഗവത്ഗീത തീരെ ഇല്ലാത്തതെന്നല്ല, അത് കുറേ കൂടെ സംഗ്രഹിച്ച് ഈ 6-ാം അധ്യായത്തിൽ കർമ്മഫലം, പുനർജന്മം, പ്രയത്നത്തിൻ്റെ ഫലം, സത്കർമ്മത്തിൻ്റെ ഫലം, അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അവനവൻ്റെ അതിന് വേണ്ടി ഉത്സാഹിക്കണം, ഉദ്ധരേത് ആത്മനാത്മാനം എന്നൊക്കെയാണ്. അവനവനും തന്നെ വേണം. ഏത് വഴിക്ക് തിരിക്കാൻ നമ്മുടെ മുമ്പിൽ രണ്ടും വെച്ചിട്ടുണ്ട് ഭഗവാൻ. ഏതാ വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു നല്ല പ്രതീകമാണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആ ദർശനത്തിൻ്റെ ഒരു നല്ല പ്രതീകമാണ് ഭദ്രകാളിയുടെ രൂപം. 4 കൈകളോടുകൂടിയ ഭദ്രകാളിയുടെ രൂപം. ഒരു കയ്യിൽ ഒരു വാളാണ്, ഇടത്തെ കയ്യിൽ മുകളിൽ. താഴെ ഒരു കയ്യിൽ ഒരു മനുഷ്യ ശിരസ്സാണ്, അതിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് അനുഗ്രഹം, അഭയവും വരദവും. ഏതാ വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാം. രണ്ടും അമ്മയുടെ ഭാവം തന്നെ. ഇതര മതങ്ങൾക്ക്, സെമിറ്റിക് മതങ്ങൾക്ക് നല്ലതിനൊക്കെ ഒരു ഈശ്വരനും മോശത്തിനൊക്കെ ഒരു ചെകുത്താൻ. ഈ ചെകുത്താൻ ആര് സൃഷ്ടിച്ചു എന്നാൽ അതിനെ സൃഷ്ടിക്കാതിരുന്നാൽ പോലെ. അതോ ഈശ്വരന് തുല്യമായിട്ടുള്ള ആളാണോ? ഈശ്വരൻ ഉണ്ടാകുമ്പോൾ തന്നെ ചെകുത്താനും ഉണ്ടായോ? എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങനെയാണ് അവരുടെ തോന്നുന്നു. അവർ തമ്മിൽ ഇതാണ് ചെകുത്താനും ദൈവവും തമ്മിലുള്ള. പക്ഷെ ഈ ബൈബിളൊക്കെ എടുത്ത് ആദ്യ ഭാഗമൊക്കെ നോക്കിയാൽ നമുക്ക് ചെകുത്താനോടെ ആദരവ് തോന്നുള്ളൂ. കള്ളത്തരം പറയലും വേണ്ടാത്തരം ചെയ്യലുമാണ് ദൈവമൊക്കെ ചെയ്തത്. ബൈബിളിൽ ആദ്യത്തെ പേജ് എടുത്ത് നോക്കിയാൽ അതാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്കങ്ങനെ നന്മയ്ക്കൊക്കെ ഒരു ഈശ്വരനും തിന്മയ്ക്കൊക്കെ ഒരു ചെകുത്താനും ഇല്ല. രണ്ടും ഒരേ ഈശ്വരൻ്റെ 2 ഭാവമാണ്. ചോയ്സ് ലെഫ്റ്റ് us. ഏത് വേണം നമുക്കിതാ? അഭയം, വരദം. അധർമ്മം ചെയ്താൽ വാള്, ഇതാണ് ഫലം. ഏതാ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈശ്വരന് എല്ലാം നന്മയും തിന്മയും എല്ലാം ഈശ്വരൻ്റെ ഭാവമാണ്. ഈശ്വരനെ അല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. അപ്പം നമുക്ക് ഏതാ വേണ്ടത്? ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യരുതാത്തത് എന്ന് നമുക്കറിയാൻ ഭഗവത്ഗീത പോലെ വേറൊരു ശാസ്ത്രവും ഇല്ല എന്ന് തന്നെ പറയാം. ഉപനിഷത്തിലൊക്കെ ഉണ്ട്. അത് കൂടുതൽ ദാർശനികമാണ്. ഇത് ദാർശനികവുമാണ്, ഒപ്പം തന്നെ പ്രായോഗികവുമാണ്. നല്ല കർമ്മം ചെയ്യുന്നവൻ ഒരിക്കലും, എത്ര ഉറപ്പാണ് നമുക്ക് കല്യാണകൃത്കശ്ചി ദുർഗതിം അത് ഗച്ഛതി. എൻ്റെ കുഞ്ഞേ, നല്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വിഷമം അനുഭവിക്കുന്നോ അത് മുമ്പ് ദുഷ്കർമ്മം ചെയ്തതിൻ്റെ ഫലം. നമ്മളൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ മതിയാവും, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അനുഭവിച്ചേ മതിയാവും. ഈ സിദ്ധാന്തം വളരെ മനോഹരമായിട്ട് ഈ 6-ാം അധ്യായത്തിലൊക്കെ അത് വിവരിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് മഹാഭാഗ്യവാന്മാരാണ്. ഇത് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റിയാൽ വലിയ കാര്യമാണ്. കേട്ടാൽ മാത്രം പോരാ, ആ വിഷയത്തെക്കുറിച്ചായിരിക്കണം ചർച്ച ഒഴിവ് സമയങ്ങളിൽ. ആവുന്നതും വിഷയങ്ങളെ വിട്ട് ഇവിടെ നടന്ന ക്ലാസ്സുകളെക്കുറിച്ചുള്ള ചർച്ച ആവണം. ചർച്ച എന്ന് പറയുന്നത് ഇത് പോയിട്ട് സ്വാധ്യായം ഇവിടുന്ന് ശരിയായി, അതിൽ മനനം വേണം. അത് കഴിഞ്ഞാൽ അത് മാത്രം അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. അധീതി, ബോധ, ആചരണ, പ്രചാരണം. വിദ്യയ്ക്ക് 4 സ്ഥാനങ്ങളാണ്. അധീതി നമ്മൾ പറയുന്നത് കേട്ടു പഠിച്ചു, അതിനെ മനനം ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അങ്ങനെ ബോധവാന്മാരാകും. പിന്നെ ആവുന്നത്ര അനുഷ്ഠിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. സ്വാധ്യായവും പ്രവചനവും. അപ്പോൾ ഇവിടെ ഒരുപാട് സത്സംഗങ്ങളുണ്ട്, ശാസ്ത്ര പഠനമുണ്ട്, സാധനയ്ക്കുള്ള നല്ല നിർദ്ദേശങ്ങളുണ്ട്, അത് ചെയ്യിക്കുന്നുണ്ട്. കുറേയൊക്കെ ഭജനയ്ക്ക് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം കിട്ടിയ നിങ്ങൾക്ക് മഹാഭാഗ്യവാന്മാരാണ്. അത് ആ സങ്കല്പത്തിനനുസരിച്ച് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വലിയൊരു അധ്യക്ഷ പ്രസംഗമൊക്കെ ചെയ്യാൻ പോകാൻ ആരും പേടിക്കണ്ട, അതിനൊന്നും മുതിരുന്നില്ല. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ മഹാമണ്ഡലേശ്വർജി നമ്മളോട് ഒരാശയം സൂചിപ്പിച്ചു. ഉത്തരഭാരതത്തിലൊക്കെ ഇപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിലും അഥവാ എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും ഒരു യോഗി, ഒരു സന്യാസി, ഒരാചാര്യൻ, അതിന് ഒരു സ്ഥാനമുണ്ട്. ആചാര്യഗദ്ദി എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനമുണ്ട്. വലിയ സങ്കേതങ്ങളിലൊക്കെ തന്നെ അത് മാത്രമല്ല, ഒരു കഥാകാരനും ഉണ്ടാവും. കഥാകാരൻ്റെ പണി ഇതിഹാസ, പുരാണ, വേദാന്ത ആദി ശാസ്ത്രങ്ങളെങ്ങനെ ലളിതമായി സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കഥ പറയുകയാണ്. ദിവസം കഥകളുണ്ടാവും. അതിനുപരി ഒരാചാര്യഗദ്ദി ഉണ്ടാവും. നമ്മളിവിടെ ഉള്ളതുപോലെ തന്ത്രികളൊന്നുമില്ല അവിടെ, എങ്കിലും പ്രതിഷ്ഠാതാവ് ഉണ്ടാവും. തന്ത്രിയുടെ മകൻ തന്ത്രി, അതിൻ്റെ മകൻ തന്ത്രി എന്നുള്ള നിയമം ഉത്തരഭാരതത്തിൽ എവിടെയില്ല. ഒരാൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റ് കർമ്മങ്ങൾക്ക് വേറെ ഒരു വിദ്വാനായിരിക്കും വരിക. ഏതായാലും ഇരിക്കട്ടെ, സമാജത്തിൻ്റെ കെട്ടുറപ്പിന് കാരണമായിട്ട് ഒരു സന്യാസി അഥവാ ഒരു യോഗി, ഒരു ഗുരുനാഥൻ ഉണ്ടാവുമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എൻ്റെ മധ്യ പറയുണ്ടായി കേരളത്തിലും അതുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അത് സ്വാമി പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ 2 പ്രവർത്തനം നടന്നു. ഒന്ന്, അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. 2, നമ്മൾ ഉള്ളിലൊരു കച്ചവടക്കാരനുണ്ടല്ലോ, ആ കച്ചവടക്കാരന് ഒരു പരസ്യം കാണിക്കാൻ പറ്റിയൊരു സന്ദർഭമാണ്. ഇത് 2ന് ഉതകുന്ന ഒന്നാണ് ഈ പ്രാവശ്യത്തെ മാസികയുടെ മുഖചിത്രം. ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ഡിസംബർ. നിങ്ങൾക്ക് എല്ലാവർക്കും മുഖചിത്രം കാണിച്ചു തരികയാണ്. ദാ കണ്ടുല്ലോ. അങ്ങ് ബാക്കിലുള്ളവരെ കണ്ടിട്ടില്ല വെച്ചാൽ ശരിക്കും കണ്ണ് മിഴിച്ച് നോക്കുക. ദാ കാണുന്നുണ്ടോ? ഇല്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം തമാശയായിട്ടല്ല, അതിൻ്റെ ഗ്ലെയർ അടിച്ചിട്ട് കാണാത്തുണ്ടോന്നാ ചോദ്യം. കാണുന്നുണ്ടല്ലോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ചില്ലാനം കൊടുക്കുക, മേടിക്കുക, അപ്പോൾ കാണാമല്ലോ. ചില്ലാനം കൊടുത്ത് മേടിച്ചാൽ കാണാം. അപ്പം ഇത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് പുറമുണ്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ള 250-ലധികം വർഷം പഴക്കമുള്ള ഒരു ചുമർ ചിത്രമാണ്. 250-ലധികം വർഷം പഴക്കമുള്ള ഭാരതീയ സംസ്കൃതിയുടെ ഒരു കേന്ദ്രസ്ഥാനമെന്ന് പറയാൻ പറ്റുന്നതാണ് ഭാരതപ്പുഴയുടെ തീരം. ഭാരതപ്പുഴ സമുദ്രത്തോട് ചേരുന്നത് പൊന്നാനി. അവിടെയുള്ള പുറമുണ്ടക്കാട് ക്ഷേത്രത്തിലെ ചുമർ ചിത്രമാണ്. ഇത് നമുക്ക് സത്സംഗത്തിന് തന്നത് നമ്മുടെ
ശശിമാഷാണ് ഇവിടെ ഉണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഈ മ്യൂറൽ ആർട്ട് പഠിപ്പിക്കുന്ന ഗുരുനാഥനാണ്. ശശീനൊന്ന് കണ്ടോട്ടെ, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ഒന്നങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെയും കാണേ. ആയിരക്കണക്കിന് പേരെ ലോകം മുഴുവൻ, ലോകത്ത് പല രാജ്യങ്ങളിലായിട്ട് ഉള്ള ആയിരക്കണക്കിന് ശിഷ്യന്മാരെ മ്യൂറൽ ആർട്ട് പഠിപ്പിക്കുന്ന ആചാര്യനാണ്. അതിലുപരി ഈ കണ്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മ്യൂറൽ ചിത്രകലാ രീതി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായി ഒരു സിലബസിന് വിധേയമായി പഠിക്കാനുള്ളൊരു ക്രമം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. ഇവിടെ അടുത്ത് പേരാമ്പ്രയാണ് വീട്. ശശി എടവരാട് അദ്ദേഹമാണ് ഈ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതാരും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്ര ദൂരെന്നേ, അത്ര ദൂരെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. ചില്ലാനം കൊടുത്ത് മേടിച്ചാൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ. അതതിൻ്റെ ഒരു വിശേഷം. ശരി, അപ്പം അത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു യോഗിയാണ്. വെറും യോഗി എന്ന് പറഞ്ഞാൽ പോരാ, യോഗപട്ടാസനത്തിലിരിക്കുന്ന യോഗിയാണ്. യോഗപട്ടം ബന്ധിച്ചിട്ടുണ്ട്. യോഗപട്ടം ദേവതകൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയ്യപ്പസ്വാമി മലയാളികൾക്ക് സുപ്രസിദ്ധനാണ്. അതുകൂടാതെ യോഗ നരസിംഹമുണ്ട്, യോഗപട്ടം ബന്ധിച്ചിട്ടുള്ള നരസിംഹ സങ്കല്പമുണ്ട്. വേറെ ദേവതകളെ ഞാൻ കണ്ടിട്ടില്ല. ദക്ഷിണാമൂർത്തി ഉണ്ടോ? ദക്ഷിണാമൂർത്തി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ടില്ല. ഏതായാലും ഉണ്ട്. ഇതല്ല, ഇത് യോഗിയാണ്. ഒരു രുദ്രാക്ഷ മാല പിടിച്ചിരിക്കുന്ന, രുദ്രാക്ഷമാല ധരിച്ച ഒരു യോഗിയാണ്. അപ്പം ഇതൊരു ചുമർചിത്രമായിട്ട് വരണമെങ്കിൽ യോഗിയുടെ സങ്കല്പം അത്രമാത്രം നമ്മുടെ ക്ഷേത്രവുമായി ഇഴുകി അലിഞ്ഞ് ചേർന്നതാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാവരും ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും മാസികയുടെ വരിക്കാരാവുക എന്ന് മാത്രമല്ല, വരിക്കാരായി കൂടുതൽ പേരെ ചേർക്കുക. അതാണ് നമ്മുടെ ഈ ഒരു കാര്യപരിപാടി. പൂർണ്ണമായി എല്ലാവരും സംബന്ധിച്ച് സമയനിഷ്ഠ പാലിച്ച് വിജയിപ്പിക്കുക. ഇതിൽ അന്തര്യോഗത്തിന് പൂർണ്ണമായി പങ്കെടുക്കാൻ വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ അല്ലാതെ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തും ഉണ്ട് ആൾക്കാർ. അതുകൂടാതെ ഉദ്ഘാടന സഭയിൽ പങ്കെടുത്തിട്ടുള്ള ഈ പ്രദേശത്തുള്ള നമ്മുടെ സജ്ജനങ്ങളും ഉണ്ട്. കൊളത്തൂർ. എല്ലാവരോടും പറയാനുള്ളത് ഒന്നാണ്, മറ്റെന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇപ്രാവശ്യം ഒന്ന് മുഴുവൻ പങ്കെടുത്തു നോക്കൂ. ഉദ്ഘാടനത്തിന് വന്ന് അധികം ആൾക്കാരെയും പരിപാടി ഉദ്ഘാടനത്തിന് വരും, രാത്രി ചോദ്യോത്തരത്തിന് വരും, പിന്നെ ഉച്ചയ്ക്ക് ഭഗവത്ഗീത അല്ലേ ചൊല്ലാൻ വരും. ഇതൊക്കെയാണ്. അതുപോരാ, ഇപ്രാവശ്യം നമ്മൾ 7 ദിവസം മറ്റെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെ സംബന്ധിക്കുക എന്ന് പ്രത്യേകം എല്ലാവരെയും വിളിക്കുകയാണ്. എന്തിനങ്ങനെ വിളിക്കണേ സ്വാമീന്ന് തോന്നണ്ട. 6-ാം അധ്യായം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ അത് മനസ്സിലാവും. വ്യക്തമായൊരു ജീവിത വീക്ഷണം നമുക്ക് ലഭിക്കും. ശങ്കരഭാഷ്യം ഒരു പ്രാവശ്യം, പല മഹാത്മാക്കളിലൂടെ അതേ വിഷയത്തിൻ്റെ വേറൊരു ഒരു വീക്ഷണം, അത് കഴിഞ്ഞാൽ അതേ വിഷയം വീണ്ടും ചർച്ച, 4ാമത് അതേ വിഷയം സംശയ നിവാരണം. അങ്ങനെ 4 പ്രാവശ്യം ആവർത്തിക്കുകയാണ് 6-ാം അധ്യായം. അപ്പം അതുകൊണ്ട് അത് കൂടാതെ മറ്റ് കാര്യപരിപാടികൾ സ്ഥിരമായിട്ടുള്ളതുണ്ട്. രാവിലെ കുറച്ച് നേരം ചില ആസനങ്ങളുണ്ട്. ലളിതമായിട്ടൊരു ശിഥിലീകരണമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയ ആസനങ്ങളൊന്നും ചെയ്യാനുള്ള സന്ദർഭം 6 ദിവസം കൊണ്ടില്ല. എന്നാലൊരു ശിഥിലീകരണ വ്യായാമം എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ മറ്റ് എല്ലാ കാര്യപരിപാടികളും ക്രമനിബദ്ധമായി നടക്കണം, സമയനിഷ്ഠയിൽ നടക്കണം. അതിനെല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സായി ഇതിൻ്റെ ഒരു പ്രയോജനം നേടിയെടുക്കുക, അതിന് പരിശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. വേറൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. മറ്റുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക്
പിന്നീടാവാം. ഈ സഭ കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടനെ പോയി രജിസ്റ്റർ ചെയ്യാം. താമസിക്കുന്നവർക്കൊക്കെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. താമസിക്കുന്നവർക്കൊക്കെ. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാത്തവർ പോയി രജിസ്റ്റർ ചെയ്യണം. മറ്റു കാര്യങ്ങൾ ക്രമമായി പറയാം. നമ്മുടെ കാര്യപരിപാടിയിൽ അടുത്തത് ഗുരു പ്രണാമം എന്നാണ്. നമ്മുടെ സമിതിയുടെ അധ്യക്ഷൻ ശ്രീ MK രജീന്ദ്രനാഥ് മാസ്റ്റർ ഗുരുപ്രണാമത്തിനായി കൊണ്ട് വിളിക്കുക. നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിരിക്കുന്ന സന്യാസി വര്യരുടെ പാദങ്ങളിൽ സമ്പൂർണ്ണം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന നമ്മുടെ ഈ അന്തർയോഗത്തിൽ പൂർണ്ണസമയം പങ്കെടുക്കാൻ ഉദ്ദേശിച്ച് എത്തിച്ചേർന്ന അംഗങ്ങളായിരിക്കുന്നവർക്കും അതുപോലെ വന്നു പോകുന്നവർക്കും ഇവിടെ അല്ലാതെ ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലും തുടർന്ന് സമയം കിട്ടുമ്പോഴൊക്കെ വരണമെന്ന് ഉദ്ദേശിക്കുന്നവർ പലരുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ മഹാത്മാക്കളൊക്കെ സംസാരിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും സംസാരിക്കുമ്പോൾ തപസ് എന്നൊരു വാക്കിങ്ങനെ വന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഈയൊരു നമ്മുടെ ഇതിനുള്ളൊരു ക്ഷണക്കത്ത്, ഈ നോട്ടീസ് ശരിക്കും ശ്രദ്ധയോടുകൂടി നമ്മൾ വായിച്ചാൽ പരിശോധിച്ചാൽ ഇതിലൊരു തപസ് ചിട്ടപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിച്ച് വായിച്ചാൽ അതിലെല്ലാം ഉണ്ട്. നമ്മൾ എന്തിനെ അറിയുവാൻ ഇച്ഛിക്കുന്നുവോ അത് ശാസ്ത്രത്തിൽ ഈ പ്രാവശ്യം ഭഗവത്ഗീത 6-ാം അധ്യായം അതിലെ ഭഗവാന്റെ ഉപദേശങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ മറ്റെന്തൊക്കെ കൂടി നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇരിക്കുമ്പം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ഈ ഒരു ഇതിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ഈ പരിപാടി പൂർണ്ണ സമയം പങ്കെടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമ്മൾ അനുഷ്ഠിച്ചിരിക്കണം എന്നത് ഓരോന്നും. ഇതൊരു സമ്പ്രദായം ദീർഘകാലം നമ്മളിത് തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെയാണ്. ഇതിനെ സംബന്ധിച്ച് ഇതിലിരിക്കുന്ന പലർക്കും തോന്നും ഭഗവത്ഗീത ക്ലാസ്സുകൾ സ്വാമിജിയുടേതുണ്ട്, പിന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യമനുസരിച്ച് സ്വാമിജിയുടേതുണ്ട്. അത് തന്നെ മറ്റ് മഹാത്മാക്കൾ ഇവിടെ വന്നിട്ട് അവരുടേതായ രീതിയിൽ അവർ വ്യാഖ്യാനിക്കും. രണ്ട് രീതിയിലും നമുക്ക് ശ്രവിക്കാൻ കഴിയും. അപ്പോൾ അതിനായിരിക്കും നമ്മൾ പലപ്പോഴും ക്ലാസ് അതിന് ശ്രദ്ധിക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും, രാവിലത്തെ സ്തോത്രം, ജപം, ധ്യാനം മുതൽ ഓരോ കാര്യവും അവസാനം ഇത് കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയം എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ ഉറങ്ങാനുള്ളതാണ്. അതൊക്കെ തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പഠനം നമുക്ക് വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ അത്രയും ദിവസത്തെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതിൽ ഓരോന്നിലും എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ്. ചിലർ ക്ലാസ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കും, മറ്റേതിന് പ്രാധാന്യം ഉണ്ടാവില്ല. വൈകിട്ടത്തെ ഭജനയ്ക്ക് ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പലരും പങ്കെടുക്കില്ല. രാവിലത്തെ സ്തോത്രം ജപം പലപ്പോഴും പല സമയത്താണ് എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് തപസ് ഉണ്ടാവില്ല, തപസ് പൂർത്തീകരിക്കാനാവില്ല. അന്തര്യോഗം പൂർത്തിയാക്കി പിരിഞ്ഞു പോയി എന്ന് സന്തോഷിക്കാനും വകയുണ്ടാവില്ല. അതിലൊക്കെ പൂർണ്ണമായി പങ്കെടുത്താൽ ഈ പ്രാവശ്യം നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു തൃപ്തിയോടുകൂടി പോവാം. ഇത്രയേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അത് തപസ്സാണ്, അതിൽ പങ്കെടുക്കുക. പിന്നെ സ്വാമിജി ഇപ്പോൾ അവസാനം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരോടുമായിട്ട് പറഞ്ഞാണ് ഈ പ്രാവശ്യത്തെ അന്തര്യോഗത്തിൽ എല്ലാവരും പൂർണ്ണസമയം പങ്കെടുക്കണം, അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞു. അതിൽ കുറച്ചൊരു സങ്കടമുള്ളത്, എനിക്ക് ഈ പ്രാവശ്യത്തെ അന്തര്യോഗത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഈ പ്രാവശ്യത്തിൽ ഞാനിവിടെ ബന്ധപ്പെട്ടതിന് ശേഷം എല്ലാ അന്തര്യോഗങ്ങളിലും
പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു നിവൃത്തിയില്ല, പറ്റില്ല. അങ്ങനെ ഒരു പ്രാരബ്ധവശാൽ അങ്ങനെയൊന്നും വന്നു ചേർന്നിരിക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹമാണ് ജനുവരി 1-ന്. അതിൻ്റെ തിരക്ക് പ്രാരബ്ധവശാൽ വന്നു ചേരുന്നതാണ് എന്ന് സ്വാമിജിയൊക്കെ എല്ലാ കാര്യത്തിലും പഠിപ്പിച്ച് തന്നതുകൊണ്ട് അതിൽ വല്ലാത്ത ദുഃഖമില്ല. എന്നാലും ഒരു സങ്കടമുണ്ട്, അതില്ലാണ്ടിരിക്കാൻ പറയാം. പക്ഷെ അതും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള നിലയ്ക്ക് ചെയ്ത് തീർക്കണമല്ലോ ആണ് സ്വാമിജിയുടെ ഉപദേശവും. അത് സ്വാമിജിയാണെങ്കിൽ എടുത്ത് പറയുകയും ചെയ്തു, ഈ പ്രാവശ്യത്തിൽ എന്തായാലും എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. അതായത് ശരി, ഒരിക്കൽ കൂടി മഹാത്മാക്കളുടെയൊക്കെ പാദങ്ങളിൽ എല്ലാവർക്കും വേണ്ടി പ്രണാമങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു. നമസ്കാരം. ഇവിടെ നമ്മൾ പിരിയുന്നതിന് മുമ്പ് ഒരൊറ്റ വാചകം കൂടി പറയാം. അതാണ് അധ്യക്ഷൻ്റെ സ്വാതന്ത്ര്യം എന്ന് നേരത്തെ പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും പിരിച്ചു വിടുന്നവരെ പറയാം. ഒന്നിവിടെ അന്തര്യോഗത്തിൽ മറ്റൊരു വിഷയം കൂടി ശ്രദ്ധിക്കാനുണ്ട്. സമയനിഷ്ഠ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഇത് നോട്ടീസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇക്കൊല്ലല്ല, എല്ലാ കൊല്ലവും തുടക്കം മുതൽ അങ്ങനെയാണ്. നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലെ ആചാര്യന്മാരെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അത് രാമകൃഷ്ണ മിഷൻ, ചിന്മയ മിഷൻ, മാതാമൃതാനന്ദമയി മഠം, അല്ലെങ്കിൽ ശിവഗിരി മഠം, തീർത്ഥപാദാശ്രമം, അല്ലെങ്കിൽ ദയാനന്ദാശ്രമം, അങ്ങനെ വേർതിരിവില്ല. സംബോധി ഫൗണ്ടേഷൻ, എല്ലാ ആചാര്യന്മാരെയും. അത് പ്രധാനമായി എന്തിനാന്ന് ചോദിച്ചാൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളൊക്കെയും ഒന്നാണ് എന്ന് പ്രസംഗിച്ചാൽ പോരാ, നമ്മൾ അതിനുള്ള വേദികൾ കാണിക്കണം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആരംഭം മുതൽ അനേക ആശ്രമങ്ങളിൽ നിന്ന് ആചാര്യന്മാരെ വിളിച്ച് ഒരു സ്ഥാനത്ത് ആചാര്യ പദവിയിൽ ഇരുത്തും. അതൊരു സന്ദേശമാണ്. ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നാണ് ഒരു വിഷയം പറയാനുള്ളത്. വേറെ എന്തോ ഒന്നും കൂടി പറയണമെന്ന് വിചാരിച്ചിരുന്നു, അത് മറന്നു. അതിതാണ് ഇപ്പോൾ നമ്മൾ സ്വാമിജിമാർക്ക് ഇപ്പോൾ ഇവിടെ ഒരു ആദരവ് ദക്ഷിണ സമർപ്പണം ചെയ്തു. നിങ്ങളൊക്കെ പല പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാ. പലരും അമ്പല കമ്മിറ്റികളിലുള്ളൊരു കൂട്ടത്തിലുണ്ട്, മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ആചാര്യന്മാർക്ക് എപ്പോഴും ദക്ഷിണ സമർപ്പിക്കുന്നത് വളരെ ആദരപൂർവം, ബഹുമാനപൂർവ്വമാണ്. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, എല്ലാവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ, പൊതു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറാൻ നേരത്തെ ഒരാൾ മെല്ലെ ഒരു കവറും കൊണ്ടുവരും. എന്നിട്ട് മെല്ലെ കൈ ചിലപ്പോൾ ബലമായി പിടിക്കും, എന്നിട്ടൊരു മടക്കലുണ്ട്. ആരും കാണാതെ ഈ കൈക്കൂലി കൊടുത്ത് ശീലായി. ഇതെന്തോ ഒരു മോശമാണ്, ഇതൊരു മോശമായ ഇടപാടാണ് എന്ത് ദക്ഷിണ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആരും കാണാണ്ട് കൊടുക്കണം. സ്വാമിക്കും കാണാൻ പാടില്ല, പുറത്തുള്ളവരും കാണാൻ. അങ്ങനെയാണ്. സ്വാമിക്കൊരു മോശമല്ലേ ഞങ്ങൾ കൊടുക്കുന്നത്, അതൊരു മോശമല്ലേ? അപ്പോൾ ഒരു കയ്യിലൊരു വെച്ച് കൊടുക്കലുണ്ട്, എന്നിട്ട് കയ്യൊരു അമർത്തലും. അങ്ങനെയല്ല. ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 4 പൈസ വെക്കണ്ട. ഇതെനിയിപ്പോൾ അങ്ങനെയല്ല കേട്ടോ, 4 പൈസ വെക്കണ്ട. ഒരു താലത്തിലൊരു കാലി കവറ് വെച്ചിട്ട് 4 ആൾ കാണത്താ. അതെന്താ വെച്ചാൽ അതൊരു മെസ്സേജാണ്, അതൊരു സന്ദേശമാണ്. ഞങ്ങളുടെ ആചാര്യന്മാരെ ഞങ്ങൾ എങ്ങനെ ആദരിക്കുന്നു എന്ന് സമാജത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആൾക്കാരും, സന്യാസിമാർക്കായാലും അതിൻ്റെ കർമ്മികൾക്കായാലും എന്ത് ദക്ഷിണ സമർപ്പിക്കുന്നുണ്ടോ അത് ബഹുമാനപൂർവ്വം 10 ആൾ കാണെ കൊടുക്കണം. അതെന്തിനാ? ഇതാണ് കർത്തവ്യം എന്ന് കാണിക്കാൻ. അല്ലാതെ ഈ പരിപാടി പാടില്ല. ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു നോട്ടം നോക്കലുണ്ട്, പക്ഷെ അപ്പം പിന്നെ നഷ്ടക്കച്ചവടം നമുക്കാവുമല്ലോ വിചാരിച്ച് പിന്നെ അധികം
അധികം നോക്കില്ല. കാരണം ശക്തമായി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടം നമുക്ക് തന്നെയല്ലേ പറ്റുക. അതുകൊണ്ട് ഒന്ന് നോക്കും. ശരി, അതും കൂടി സാന്ദർഭികമായി പറഞ്ഞതാണ്. ശരി, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് പേര് ചേർക്കാത്തവരൊക്കെ പേര് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഭജനയിൽ പങ്കുചേരുക. അത് കഴിഞ്ഞ് പ്രസാദം കഴിച്ച ശേഷം നമുക്കെല്ലാം ഒത്തുകൂടി പരിചയപ്പെടലും നിർദ്ദേശങ്ങളും ഈ അന്തര്യോഗത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അത് പറയാം. ശരി.